Dear students, today we will be learning the one-act play Something Unspoken by Tennessee Williams. This is a one-act play and it has been really famous. We'll first go into the introductory part where we'll be discussing about the author as well as the setting of the play as well as the summary or about the theme of the play. So, Tennessee Williams was born as Thomas Lanier Williams, that was his full name, and was born on March 26, 1911 in Columbus, Mississippi. And he was a very famous American playwright along with Eugene O'Neill and Arthur Miller. Two of his very famous plays are The Glass Menagerie, which was published in 1944, and A Streetcar Named Desire, actually which was published in 1947. This really brought him a lot of fame. He continued his studies in University of Missouri. He enrolled in the year 1929. Then he went on with his career of literary career, and he wrote 2 volumes of one-act plays. We have a number of plays being mentioned here. You should just go through all these names so that you get familiar with these one-act plays. He basically wrote one-act plays. So now we come to the basic theme of his plays. He usually focuses on women, ഐസൊലേറ്റഡ് വിമൻ, ഒറ്റപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ ഹു ആർ ഫ്രസ്ട്രേറ്റഡ് ഔട്ട് ഓഫ് ദെയർ ലൈഫിൻ്റെ സാഹചര്യം കൊണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ഹൈലി അറ്റ് ദ സെയിം ടൈം ഓപ്റ്റിമിസ്റ്റിക് ആവാൻ ട്രൈ ചെയ്യും, എന്നാലും ലൈഫിൻ്റെ സിറ്റുവേഷൻസ് കൊണ്ട് പെസിമിസ്റ്റിക് ആയി പോവുകയും ചെയ്യുന്ന എന്താ പറയുക ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഒരുപാട് വില്യത്തിൻ്റെ പ്ലേസിൽ നമുക്ക് വൺ-ആക്ട് പ്ലേസിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓൾമോസ്റ്റ് സിമിലർ തിങ്സ് കം ഇൻ സംതിങ് അൺസ്പോക്കൺ വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1958. അതായത് നമ്മളുടെ വൺ-ആക്ട് പ്ലേ. ഓക്കെ, ഇതിൽ 2 മെയിൻ ക്യാരക്ടേഴ്സാണുള്ളത്. ദാറ്റ് ഇസ് വൺ ഇസ് ഗ്രേസ് ആൻഡ് ദി അതർ വൺ ഇസ് കോർണേലിയ സ്കോട്ട്. കോർണേലിയ സ്കോട്ട് എന്ന് പറയുന്നത് ഒരു എൽഡർലി വുമണാണ്, നല്ല പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഷീ ഈസ് ഹർ ബേസിക് ഡിസയർ, അവരുടെ ഒരു വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഈസ് ടു ബിക്കം ദ റീജൻറ്റ് ഓഫ് എ സൊസൈറ്റി ക്ലബ്. അവരുടെ നാട്ടിലൊരു സൊസൈറ്റി ക്ലബ് ഉണ്ട്, ഡോട്ടേഴ്സ് ഓഫ് ദി കോൺഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക റീജൻ്റ് ആവുക എന്ന് പറയുന്നതാണ് അവരുടെ ഒരു വലിയ ഡ്രീം എന്ന് പറയുന്നത്. ഒരു വളരെ എന്താ പറയുക അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള ഹൈലി റിച്ച് ആൻഡ് നമ്മൾ തറവാടിത്തം എന്നൊക്കെ പറയില്ലേ ബേസിക്കലി, അങ്ങനെയുള്ളൊരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് കോർണേലിയ. അതിന് മാത്രം തന്നെ ഹോളോനെസ്സും പോംപസിറ്റിയും ഒക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. ഷീ ഈസ് സോ മച്ച് റാദർ ദാൻ പ്രൗഡ്. പ്രൈഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതിനേക്കാട്ടിലും കൂടുതൽ എക്സസീവ്ലി സെൽഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ബാക്കി എല്ലാവരെയും താഴ്ത്തി കാണുന്ന ഒരു ക്യാരക്ടറാണ് കോർണേലിയ സ്കോട്ട്. ഷീ ഹാസൻ ഗോട്ട് മാരിഡ്. അങ്ങനത്തെ ഒരു കഥാപാത്രമുണ്ട്. ഒന്ന് അവരുടെ സെക്രട്ടറി ആയിട്ടുള്ള ഗ്രേസ് ആണ്. ഷീ ഈസ് എ വെരി നോർമൽ ലേഡി. ഷീ ഈസ് എ വിഡോ. അപ്പം ഇവരുടെ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പും ഹൗ വാസ് ദ സിറ്റുവേഷൻ ഇൻ ദാറ്റ് സൊസൈറ്റി, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ പ്ലേയിൽ പറയുന്നത്. സോ സംതിങ് ദാറ്റ് ഈസ് വെരി ബേസിക്കലി ആൻഡ് എന്താ പറയുക ഇൻ ഡീറ്റെയിൽ ഒരു എന്താ പറയുക ലെയേർഡായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് വരുന്ന ഒരു തീം ഓഫ് ദ പ്ലേ ഈസ് ദാറ്റ് കോർണേലിയാസ് റിലേഷൻഷിപ്പ് വിത്ത് ഗ്രേസ്. ഓക്കെ, അവർ തമ്മിലുള്ള ഒരു ബന്ധം, ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ബിയോണ്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ എന്താണ് ഒരു റെസിപ്രൊക്കേഷൻസ് എന്താണ്, അതിൻ്റെ ലെയേഴ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ദേ കെൻ നോട്ട് മെയിൻറ്റെയിൻ എ പ്രോപ്പർ ഫ്രണ്ട്ഷിപ്പ് ഓർ എ റിലേഷൻഷിപ്പ് ബിക്കോസ് കോർണേലിയ സീസ് ഹെർസെൽഫ് ആസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, ഹൈ സോഷ്യൽ സ്റ്റേറ്റസ് ഉള്ള ഒരാളാണ്, അവർ അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിൽ ബിലോങ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഗ്രേസിന് അവർക്ക് ഈക്വൽ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു സൗഹൃദത്തിൻ്റെ പാർട്ടായിട്ടോ ഷീ ഈസ് അൺഏബിൾ ടു സീ ഹർ ലൈക്ക് ദാറ്റ് ബിക്കോസ് ഹർ ഡെമിന്യോർ, അവരുടെ സ്റ്റേറ്റസ് അതിൻ്റെ വഴിയിൽ വരുന്നതുകൊണ്ട് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരാളാണ് എന്നുള്ള തോന്നലും ആ ഒരു കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഒക്കെ കോർണേലിയയും ഗ്രേസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസമായിട്ട്
മാറുന്നുണ്ട്. ആൻഡ് ഓൾസോ വി ക്യാൻ സീ ദാറ്റ് കോർണേലിയ ശരിക്കും 15 ഇയേഴ്സായി ഇവർ ടുഗെദർ ആയിട്ട് ദേ ആർ ലിവിങ് ഇൻ എ സിംഗിൾ ഹൗസ്. അപ്പം ആ സമയത്ത് 15th ആനിവേഴ്സറി കൊമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് 15 റോസസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ റോസസ് ഒക്കെ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവർ തമ്മിലൊരു ഇമോഷണൽ ബോണ്ടൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഇടയിൽ ഒരു വാൾ ഓഫ് സൈലൻസ് ഉണ്ട്. ബിക്കോസ് ഓഫ് ദ പെർട്ടിക്കുലർ ബിഹേവിയർ ഓഫ് കോർണേലിയ ആൻഡ് ഹർ സെൽഫ് ഇമ്പോർട്ടൻസ് എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ശരിക്കും റോസ് ഒരു ജസ്റ്റ് ഐറണി പോലെയാണ്. അതിനൊരു വാം ഫീലിങ്ങോ, പക്ഷെ അതൊരു ശരിക്കും ഫെയിലിയറിൻ്റെ സിമ്പിളായിട്ടാണ് ഇവിടെ റോസസ് മാറുന്നത്. അല്ലാതെ ഇറ്റ് ഡസൻ ഗിവ് എനി കൈൻഡ് ഓഫ് പോസിറ്റിവിറ്റി ഓർ ഒരു വാംത്ത് ഒരു റിലേഷൻഷിപ്പിൻ്റെ യൂഷ്വലി റെപ്രസെൻ്റ് ചെയ്യും പോലെ ഒരു എലമെൻ്റ് അല്ല ഇവിടെ റോസ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. The next word is flower. We don't call it flower or flow, it's flower. Both the words, though different in spellings, are pronounced the same way. The first flower with the spelling flour means a powder obtained from grinding grain, and the other one is the flower, as we all know, the flower that blooms on the plant. Grace, on the other hand, is a very free woman, very honest woman. She is well read, വളരെ എംപത്തറ്റിക് ആയിട്ടുള്ള ഇമോഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന, എന്നാൽ കോർണേലിയയുടെ ഷോർട്ട് കമിങ്സ് മനസ്സിലാക്കുന്ന, ഷി ഡസൻ ഹാവ് എനി എക്സ്പെക്റ്റേഷൻസ് ഔട്ട് ഓഫ് ദിസ് വുമൻ. അങ്ങനെയുള്ള വളരെ ഓർഡിനറി ആയിട്ടുള്ള ഒരു വുമണാണ്. അതിൻ്റെ നേരെ കോൺട്രാസ്റ്റിംഗ് ബിഹേവിയറാണ് ആർക്കുള്ളത്, കോർണേലിയ. അപ്പോൾ അവരുടെ ഒരു ഡ്രീം അവസാനം എങ്ങനെ റീജൻ്റ് ആവണം എന്നുള്ള അവരുടെ ഡ്രീം, അവരുടെ സെൽഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നേച്ചർ എങ്ങനെയാണ് അവസാനം ഒന്നുമല്ലാതായി മാറുന്നത് എന്നാണ് പ്ലേയിൽ നമ്മൾ കാണുന്നത്. So the next thing you have to really remember about this play is that the full name of the characters for sure, Cornelia, Scott and Grace Lancaster, and also the setting of the play is very clearly being described by the author. ചിലതിൽ അത്ര വ്യക്തമായിട്ട് പ്ലേയിൽ പറയില്ല, പക്ഷേ ടെന്നീസി വില്യംസിന് ഭയങ്കര മസ്റ്റായിട്ടുള്ളൊരു കാര്യമായിരുന്നു. എവ്രി ഫീച്ചർ, എവ്രി എലമെൻറ്റ് ഓഫ് ഹിസ് പ്ലേ, ഈവൻ ദ ടെക്സ്ചർ ഓഫ് ദ വുഡ് ബീയിങ് യൂസ്ഡ്. ഇവിടെ മഹാഗണി ടേബിൾ എന്നൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയോ, അല്ലെങ്കിൽ ക്രിസ്റ്റലിൻ്റെ ഐറ്റംസ്, അങ്ങനെ ഓരോ സിൽവർ ട്രേ, ഓർണേറ്റഡ് സിൽവർ കോഫി കപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതെല്ലാം പറയുന്ന സമയത്ത് എവ്രി സിംഗിൾ എലമെൻറ്റ് ഓൺ ദ സ്റ്റേജ് ഓർ ഇൻ ദ റൂം ബീങ് ഡിസ്കസ്ഡ്, അത് വളരെ കൃത്യമായി പറയുന്ന ഒരു ക്യാരക്ടറാണ് ടെന്നീസി വില്യംസിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ. അതാണ് ഈ ഒരു ബിറ്റിൽ നിന്നും, പ്ലേയിൻ്റെ ബിഗിനിങ്ങിൽ നിന്നും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ ദി ഏജ് ഓഫ് കോർണേലിയ ഈസ് ഓൾമോസ്റ്റ് 60. അതും കൂടെയാണ് ഇവിടെ പിന്നെ മെൻഷൻ ചെയ്യുന്ന മറ്റൊരു കാര്യം. ഓക്കെ, സോ ദ പ്ലേ ബിഗിൻസ് ആൻഡ് ദ കർട്ടൻ റൈസസ്. അപ്പോൾ കോർണേലിയൻ്റെ ഒരു കോൺവെർസേഷനിലാണ് പ്ലേ തുടങ്ങുന്നത്. ഷീ ഈസ് ഫോണിങ് സംബഡി, ഓക്കെ, ഷീ ഈസ് ഡയലിങ് സംബഡി. ഹോട്ടൻ റീഡ്സ് എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. ആൻഡ് വെൻ യു ലിസൺ ടു ദ കോൺവെർസേഷൻ ഹാപ്പനിങ് ഹിയർ, ഷീ ഈസ് ടോക്കിംഗ് ആസ് ഇഫ് ഷീ ഈസ് ദ സെക്രട്ടറി ഹെർസെൽഫ്. അവർ സംസാരിക്കുന്നത് ഗ്രേസിനെ പോലെയാണ്. അതായത് അവർ കൊടുക്കുന്ന സെൽഫ് ഇമ്പോർട്ടൻസിൻ്റെ ഒരു എക്സ്റ്റെൻ്റ് ആണ് ഇവിടെ കാണുന്നത്. ഗ്രേസ് എത്തിയിട്ടില്ല. അപ്പോൾ ഗ്രേസ് എത്താത്തത് കൊണ്ട് കോർണേലിയ കാൺട്ട് കോൾ എനി പേഴ്സൺ ബൈ ഹെർസെൽഫ്. അവർ തന്നെത്താനെ ഒരാളെ വിളിച്ച് സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമാണ്. സെക്രട്ടറി ആദ്യം കോൾ ചെയ്യുന്നു, പിന്നെ ഹാൻഡ് ഓവർ ചെയ്യുന്നു എന്നുള്ള പ്രോസസ്സൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കോർണേലിയ ആദ്യം ഫേക്ക് ചെയ്യാണ് ഗ്രേസ് എത്താത്തത് കൊണ്ട്. ദാറ്റ് ഹോട്ടൻ റീൻസ് റെസിഡൻസ് അല്ലേ, ഞാൻ മിസ് കോർണേലിയ സ്കോട്ടിന് വേണ്ടി വിളിക്കുകയാണ്. ആക്ച്വലി അവർ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ എന്തിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് കോൺഫെഡറേറ്റ് ഡോട്ടേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട് ഹോട്ടൻ റീഡിൻ്റെ റെസിഡൻസിൽ. അന്ന് ഇനി പേഴ്സൺ എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അവരുടെ റെസിഡൻസിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിൽ കോർണേലിയയ്ക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കോർണേലിയെ വിളിക്കുന്നത്. ബട്ട് ഷീ ആക്ട് ആസ് ഇഫ് ഷീ ഈസ് ഗ്രേസ് ആണെന്നുള്ള രൂപത്തിലാണ് വിളിക്കുന്നത്. ഓക്കെ, വൈ ഡസ് ഷീ ഡൂ സോ? കാരണം ഒരിക്കലും ഒരു വലിയ പൊസിഷനിലുള്ള ആൾ തന്നെത്താനെ ഫോൺ ചെയ്യില്ല എന്നുള്ളൊരു ഇമേജ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
ഇവർ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രേസ് അപ്പം വരുന്നുണ്ട്. ആൻഡ് ഷീ ഓൾസോ വാണ്ടഡ് കോർണേലിയ അറ്റ് ദ സെയിം ടൈം ഒരു കാര്യം കൂടെ ഫോണിൽ പറയുന്നുണ്ട്. എസ്മറാൾഡ ഹോക്കിൻസ് എന്ന് പറയുന്ന ഇവരുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കോർണേലിയയുടെ. അവർ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഇവരുടെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ വൺസ് ഷീ കംസ് പ്ലീസ് ആസ്ക് ഹെർ ടു കോൾ മീ എന്നാണ് പറയുന്നത്. ഓക്കെ, അവർ വന്നു കഴിഞ്ഞാൽ എന്നെ ഒന്ന് തീർച്ചയായിട്ടും വിളിക്കാൻ പറയണം അവിടെ നിന്നാണ് ഒരു കാര്യം പറയുന്നത്. ഓക്കെ, റിമെമ്പർ ദാറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. So in this slide we can see that Grace is being asked എന്താണ് ലേറ്റ് ആയെന്ന് പറയുമ്പോൾ ഗ്രേസിൻ്റെ ഒരു ലെയിം എക്സ്ക്യൂസാണ് ദാറ്റ് ലൈറ്റ് വാസ് സോ ഡിം ടുഡേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് രാവിലെ ആയത് മനസ്സിലായില്ല, സോ ഐ ഗോട്ട് അപ്പ് ലേറ്റ്. അപ്പോൾ ഗ്രേസിന് ഒരു ലെവലിൽ കോർണേലിയെ പേടിയാണെങ്കിലും ഷീ ഈസ് നോട്ട് ടു സീരിയസ് അബൌട്ട് ഇറ്റ്. ഷീ ഈസ് എ 45-year-old വുമൺ, വെരി തിന്നായിട്ടുള്ള വളരെ നോർമൽ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് കമ്പയർഡ് ടു കോർണേലിയാസ് റോമൻ ഗ്രാൻഡിയർ എന്ന് പറയുന്നത്. അതായത് റിച്ച്നെസ്, അതായത് കോർണേലിയെ കണ്ടാൽ തന്നെ അവരുടെ ജ്വല്ലറിന്നും ഡ്രസ്സിന്നും എക്സ്ട്രീംലി റിച്ച് ആയിട്ടുള്ള അവരുടെ ഒരു അപ്പിയറൻസ് വിസിബിൾ ആണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഗ്രേസ് ഇസ് എ വെരി ഓർഡിനറി പേഴ്സൺ ആൻഡ് ദേ ബോത്ത് നൗ എന്താ പറയുക സെർച്ച് ദ മെയിൽ നോക്കുകയാണ്. അപ്പോൾ മെയിൽ എന്ന് പറഞ്ഞാൽ കത്തുകൾ വന്നത്, അന്നത്തെ കാലത്ത് കത്താണല്ലോ. സോ ദേ ആർ ഡിസ്കസിങ് അബൌട്ട് ദ മെയിൽസ് ദാറ്റ് ഹാസ് came in. അപ്പം തെൽമ പീറ്റേഴ്സൺ എന്ന് പറയുന്നവരുടെ ഒരു സുഹൃത്തിൻ്റെ കത്ത് വന്നിട്ടുണ്ട്. ആൻഡ് ഷീ വാസ് ഹാവിങ് സം കൈൻഡ് ഓഫ് ഡിസീസ് ആൻഡ് ഷീ അണ്ടർവെൻറ്റ് സം കൈൻഡ് ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ അവരുടെ എന്താ പറയുക റിപ്ലൈ ആണ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്താ പറയുക കോർണേലിയ അങ്ങോട്ട് അയച്ച കത്തിന് തെൽമയുടെ റിപ്ലൈ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇവർ തമ്മിലുള്ളൊരു ഡിസ്കഷനാണ് പറയുന്നത്. ആ ഡിസ്കഷനിൽ പറയുന്ന കാര്യം ഇസ് സംതിങ് വെരി പെയിൻഫുൾ. അതായത് എല്ലാ റിലേഷൻഷിപ്പും കോർണേലിയെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് റിലേഷൻഷിപ്പാണ്, അല്ലാതെ ജെൻവിൻ അല്ല. അപ്പോൾ തെൽമയ്ക്ക് എന്താ പറ്റിയ ഈ ഷീ വെൽ എന്നുള്ള ഔട്ട് ഓഫ് കൺസേൺ അല്ല ഇതൊന്നും അന്വേഷിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും ഒന്നും, ജസ്റ്റ് ഫോർ ദ നീഡ് ദാറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ആക്ച്വലി മനസ്സിലാവും. ഓക്കെ, ഹൗ ഡു വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫ്രം ദിസ് ദാറ്റ് എന്തെങ്കിലും അവരുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും റിമൂവ് ചെയ്തോ എന്ന് ചോദിച്ചുമ്പോൾ കോർണേലിയയുടെ റിപ്ലൈ എന്താണെന്ന് അറിയാം. അതായത് ഏതെങ്കിലും ഓർഗൻ എടുത്ത് മാറ്റേണ്ടി വന്നോ എന്ന് ഗ്രേസ് ചോദിക്കുമ്പം തെൽമയുടെ ഹെൽത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പം കോർണേലിയയുടെ റിപ്ലൈ ആണ് സെവറൽ തിങ്സ്, ഒന്നൊന്നുമല്ല പലതും അവരുടെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഔട്ട് ഓഫ് കൺസേൺ ഒന്നുമല്ല ഈവൻ ലെറ്റേഴ്സ് പോലും അയക്കുന്നത് ഇൻ കേസ് ഓഫ് ഇൽനെസ് ടു. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ ഫോർട്ട്നൈറ്റ്ലി റിവ്യൂ ഓഫ് കറണ്ട് ലെറ്റേഴ്സ് എന്നൊരു കത്ത് വന്നിട്ടുണ്ട്. അത് ഈസ് സംതിങ് അബൌട്ട് എന്താ പറയുക അവർ കൃത്യമായിട്ട് എന്താ പറയുക മാഗസിൻ പോലെയുള്ള ഒരു പബ്ലിക്കേഷൻ്റെയാണ് ഫോർട്ട്നൈറ്റ്ലി റിവ്യൂ ഓഫ് കറണ്ട് ലെറ്റേഴ്സ്. അപ്പോൾ ഇവിടെ കോർണേലിയ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ കത്തിങ്ങനെ എടുത്തു വെക്കണം. അപ്പോൾ ഈ കത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഓരോ കത്തിനെക്കുറിച്ചും പറയുന്ന സമയത്ത് കോർണേലിയയുടെ ഓരോ ക്യാരക്ടർ ഇങ്ങനെ വിസിബിളായിട്ട് വരികയാണ്. അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കോർണേലിയയുടെ ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് നമുക്ക് നോക്കാം. കോർണേലിയ ഫേസ്റ്റ് പറയും എൻ്റെ കസിനായിട്ടുള്ള സെസിൽ ടട്വില ബേറ്റ്സ് അവൻ്റെ വർക്കിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള റിവ്യൂ ആയിരുന്നു ആര് തന്നിട്ടുള്ളത്, ഫോർട്ട്നൈറ്റ്ലി റിവ്യൂ ഓഫ് കറണ്ട് ലെറ്റേഴ്സ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയാണ്. പിന്നെ എങ്ങനെ വന്നു? ഗ്രേസിൻ്റെ റിപ്ലൈയിലാണ് കോർണേലിയയുടെ അടുത്ത ക്യാരക്ടർ നമുക്ക് മനസ്സിലാവുന്നത്. ഗ്രേസ് പറയാണ് ദോ യു സെൻഡ് എ ലെറ്റർ സം പേഴ്സൺ ഫ്രം ദ മാഗസിൻ എന്താ പറയുക അസോസിയേറ്റ് എഡിറ്ററാണ്. നിങ്ങൾ എഡിറ്റർക്കാണ് കത്തയച്ചതെന്ന് വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് റിപ്ലൈ തന്നത് അസോസിയേറ്റ് എഡിറ്ററാണ്. എഡിറ്റർ ഡിഡൻ റിപ്ലൈ ടു യു. അത് നിങ്ങളെ പാമ്പർ ചെയ്തുകൊണ്ട് ഒരുപാട് സംസാരിച്ചു. അപ്പം വെൻ ടോക്ട് ഇൻ എ വെരി എന്താ പറയുക സ്മൂത്ത് ആൻഡ് വേ. നമ്മളിങ്ങനെ പഞ്ചാര അടിക്കുക അല്ലെങ്കിൽ എന്താ പറയുക അല്ലാതെ വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കാൻ ട്രൈ ചെയ്യാമെന്ന് പറയും. അങ്ങനെ സംസാരിച്ചപ്പോൾ കോർണേലിയ എന്താ പറയുക അവരെ ഒരുപാട് പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ വീണു പോകുന്ന ഒരു കഥാപാത്രമാണ് കോർണേലിയ. അപ്പോൾ അവർ എന്താ പറയുക അവരുടെ കസിൻ്റെ കേസ് പോലും അവർ മറന്നുപോയി. ഈ അസോസിയേറ്റ് എഡിറ്റർ കുറേ എന്താ പറയുക അവരുടെ സബ്സ്ക്രിപ്ഷൻ്റെ ആവശ്യമായതുകൊണ്ടാണ് അസോസിയേറ്റ് എഡിറ്റർ കുറേ സോറിയൊക്കെ പറഞ്ഞ് ഇവരെ കുറേ ക്യാൻസൽ ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരോട് പറഞ്ഞപ്പോൾ ഇവർ വീണുപോയി. ഇവരുടെ ഡിസിഷൻ വരെ മാറി. അപ്പോൾ കോർണേലിയയുടെ ഒരു ക്യാരക്ടർ നമുക്ക് അവിടെ മനസ്സിലാവും. ദാറ്റ് ഷീ ഈസ് സോ ഹോളോ ദാറ്റ് അവരെ ഒരുപാട് പുകഴ്ത്തി കഴിഞ്ഞാൽ വീണു പോകുന്ന ഒരു കഥാപാത്രമാണ് കോർണേലിയ. പക്ഷെ അത് അവരോട് അംഗീകരിക്കുകയില്ല അങ്ങനെയാണെന്നുള്ളത്.
Now in this slide we can know about the knowledge of Cornelia about music and other soft ആയിട്ടുള്ള സ്കിൽസിനെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആർട്ടിനെ കുറിച്ച് എന്താ പറയുക കോർണേലിയെക്കുറിച്ചുള്ള ഒരു നോളേജും കോർണേലിയക്കുള്ള നോളജ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഫ്രം ഹിയർ. ബിക്കോസ് ഇവിടെ കോർണേലിയ ഒരിക്കലും വിസിബിളായിട്ട് പറയുന്നത് പോലെയുള്ള നോളജ് ഡെപ്ത് ഒന്നും കോർണേലിയക്കില്ല. ഷീ ഡസൻറ്റ് നോ അബൌട്ട് എനി ഓഫ് ദ മ്യൂസീഷ്യൻസ് ഓർ ദ സിംഗേഴ്സ് ഓർ ഫേമസ് റെക്കോർഡ്സിനെ കുറിച്ചൊന്നും ഐഡിയ ഇല്ല. കാരണം അത് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേസ് ഹാസ് എ ക്ലിയർ നോളജ്. അവർ കേൾക്കുന്ന മ്യൂസിക് ആരുടെ ആണെന്നോ അവരുടെ കയ്യിലുള്ള കളക്ഷന് ആരുടെ ആണെന്നോ ഒന്നും ആർക്കും ഐഡിയ ഇല്ല. കോർണേലിയ ഹാസ് നോ ഐഡിയ. അതുകൊണ്ട് തന്നെയാണ് ഓൾറെഡി ഉള്ള ലിസ്റ്റ് ഓഫ് റെക്കോർഡ്സ് തന്നെ വീണ്ടും 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 കോർണേലിയ ഓർഡർ ചെയ്തതായിട്ട് ഗ്രേസ് കണ്ടുപിടിക്കുന്നുണ്ട് ഇവിടെ. അതാണ് ഈ കോൺവെർസേഷൻ. കാറ്റലോഗിലുള്ള എല്ലാം തന്നെ ഓർഡർ ചെയ്തിരിക്കുകയാണ്. ബിക്കോസ് ഷീ ഹാസ് നോ ഐഡിയ. ഇതൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ ഭയങ്കര നന്നായി വിചാരിക്കും എന്നുള്ളത് മാത്രമേ കോർണേലിയയുടെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൂ. ഷീ ഡസൻ റിയലി നോ ഇഫ് ഷീ ഹാസ് ദം ഓൾറെഡി. അത് ഇല്ലാത്തത് വാങ്ങിക്കുക ആസ്വദിക്കുക എന്നുള്ളതൊന്നും അല്ല. ഷീ ഹാസ് എ പാഷൻ ടുവേർഡ്സ് ദിസ് ബിക്കോസ് അതൊരു ഷോ ഓഫിൻ്റെ ഭാഗമാണ്. അല്ലാണ്ട് ഷീ ഡസൻ അണ്ടർസ്റ്റാൻഡ് എനി ഓഫ് ദ സിബിലിയസിൻ്റെ ആണോ അല്ലെങ്കിൽ എന്താ പറയുക ലീഡറിൻ്റെ ആണോ വിവാൽഡിയുടെ ആണോ എന്നൊന്നും ആർക്കറിയില്ല. കോർണേലിയ ഹാസ് നോ ഐഡിയ. ഓൺ ദി അതർ ഹാൻഡ് ഗ്രേസ് ഹാസ് എ ക്ലിയർ ഐഡിയ. In this part too you can see a very എന്താ പറയുക ഫേക്ക് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ കോർണേലിയ സെയിം മ്യൂസീഷ്യൻസിനെ കുറിച്ച് വിവാൽഡിയെ കുറിച്ച് ബാച്ചിനെ കുറിച്ച്. ദീസ് ആർ ഓൾ ഫേമസ് മ്യൂസീഷ്യൻസ്, നത്തിങ് ഇമ്പോർട്ടൻറ്റ് ഹിയർ. അവരെക്കുറിച്ച് പറയാണ്. അവർക്ക് അറിയാത്ത കാര്യത്തെക്കുറിച്ച് വെറുതെ നമ്മളിപ്പോൾ ഇഫ് വി നോ അബൌട്ട് സംതിങ് ഇറ്റ്സ് ഓക്കെ ഇഫ് വി ടോക്ക് അബൌട്ട് ദാറ്റ്. ഇഫ് വി ഡോണ്ട് നോ അബൌട്ട് സംതിങ് ഇറ്റ്സ് ബെറ്റർ വി കീപ് ക്വയറ്റ്. അപ്പോൾ ഗ്രേസിനാണെങ്കിൽ ക്ലിയർ നോളജ് ഉണ്ട്. ആൻഡ് അപ്പോൾ കോർണേലിയ ഇങ്ങനെ ഫേക്ക് ചെയ്ത് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ഗ്രേസ് ഹാസ് എ വെരി ബാഡ് ഫീലിംഗ്. എന്തൊരു എന്താ പറയുക വെരി ബാഡ് ഫീലിംഗ് അബൌട്ട് ഹർ നോളജ് ലെവൽ. അപ്പോൾ ദെൻ ദ ഫോൺ റിങ്സ് ആൻഡ് ഗ്രേസ് ടേക്സ് അപ്പ് ദ കോൾ. ഷീ സേസ് ദാറ്റ് മിസ് സ്കോട്ട്സ് റെസിഡൻസ് എന്ന് പറഞ്ഞിട്ട് ഷീ സേസ് ദാറ്റ് ഷീ വിൽ ഗിവ് ദ ഫോൺ ടു കോർണേലിയക്ക് ഹാൻഡ് ഓവർ ചെയ്യാമെന്ന് പറയാണ്. നൗ in the earlier part of the play we have seen that എന്താ പറയുക കോർണേലിയ വാസ് ഫസ്റ്റ് എന്താ പറയുക കോളിംഗ് ടു ഹോട്ടൺ റീഡ്സ് റെസിഡൻസ് ആൻഡ് ആസ്കിങ് എസ്മെറാൾഡ ഹോക്കിൻസ് ഹർ ഫ്രണ്ട് ടു കോൾ ഹർ. എന്താ പറയുക ഒരു വീട്ടിലാണ് കോൺഫെഡറേറ്റ് ഡോട്ടേഴ്സിൻ്റെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി കോൺഫെഡറേറ്റ് ഡോട്ടേഴ്സിൻ്റെ ഇലക്ഷനാണ്. അപ്പം കോർണേലിയ ആക്ച്വലി പോകുന്നില്ല. ഹർ ഫ്രണ്ട് എസ്മെറാൾഡ ഹോക്കിൻസ് വിൽ ബി ദെയർ. അപ്പോൾ അവിടുത്തെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എസ്മെറാൾഡനോട് വിളിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ആര് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോർണേലിയ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എസ്മെറാൾഡ വിളിച്ചതാണ്. ഷീ ഈസ് ആസ്കിങ് അബൌട്ട് ദ സിറ്റുവേഷൻ there. I have been expecting your call. Then there is a lot of few French conversations happening there. It's okay, നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. Then she asks her that if she is downstairs, താഴെ നിന്ന് എല്ലാവരുടെയും നടുവിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എസ്മെറാൾഡ സേസ് യെസ്. ആ പാർട്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല എസ്മെറാൾഡയുടെ കോൺവെർസേഷനിൽ. കോർണേലിയ പാർട്ടെന്ന് നമ്മൾ ഗെസ് ചെയ്തെടുക്കണം. അപ്പോൾ എസ്മെറാൾഡ സേസ് യെസ്, ഞാൻ എല്ലാവരുടെയും നടുവിലാണ്, താഴെ ഡൗൺ സ്റ്റെയർസ് ആണെന്ന് പറയുമ്പോൾ വാട്ട് കോർണേലിയ സേസ് ഇസ് ദാറ്റ് ആസ്ക് ഹർ ടു ഗോ അപ്പ്, മേലെ പോകാൻ പറയുന്നു, മേലത്തെ നിലയിൽ പോകാൻ പറയുന്നു. ആൻഡ് ആസ്ക് ഹർ ടു കോൾ ആഫ്റ്റർ ദാറ്റ്, ആരും കേൾക്കാത്തൊരു പ്രൈവറ്റ് പ്ലേസിൽ നിന്ന് ലാൻഡ് ഫോണിൽ നിന്ന് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. ദെൻ വി ഹാവ് നോ മൊബൈൽസ് റൈറ്റ്. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക തിരക്കൊക്കെ കഴിഞ്ഞിട്ട് എസ്മെറാൾഡയോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ദാറ്റ് എന്താ പറയുക കോൺവെർസേഷൻ എൻസ്. അപ്പോൾ ഗ്രേസ് സ്വാഭാവികമായിട്ടും ചോദിക്കും ഷീ ഡസൻ ഹാവ് എനി ഐഡിയ കോൺഫെഡറേറ്റ് ഡോട്ടേഴ്സ് എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കോർണേലിയയുടെ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ആനുവൽ ഇലക്ഷൻ ആൻഡ് ഗ്രേസ് ആക്ച്വലി ആസ്ക് വൈ ഡിഡ്ന്റ് യു ഗോ. അപ്പോൾ കോർണേലിയയുടെ റിപ്ലൈ ഇസ് ഷീ പ്രിഫേഴ്സ് നോട്ട് ടു ഗോ. എന്തുകൊണ്ടാണ് പ്രിഫർ ചെയ്യുന്നത് അനദർ ക്വസ്റ്റ്യൻ. ഷീ ഡസൻ ഗോ ഫോർ ദ മീറ്റിംഗ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സോ ഗ്രേസ് ചോദിക്കാൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് യു പ്രിഫർ നോട്ട് ടു ഗോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരി? ആനുവൽ ഇലക്ഷനാണ്, യു വോണ്ട് ടു ബിക്കം ദ റീജൻ, വൈ ഡോണ്ട് യു ഗോ എന്ന് ചോദിക്കുമ്പോൾ കോർണേലിയയുടെ റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ ഐ ഡോണ്ട് വോണ്ട് ടു ഗോ. അവിടെ ഭയങ്കര ഇൻ്റർവ്യൂ ആണ്, കോംപ്ലിക്കേഷൻസ് ആണ്, ഡ്യൂപ്ലിസിറ്റി ആണ്, ഐ ഡോണ്ട് ലൈക്ക് ദീസ് തിങ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പം ആക്ച്വലി കോർണേലിയ ഇസ് റിയലി ഫ്രൈറ്റൺ ടു ഗോ. ജയിക്കുമോ, എല്ലാവരും അവരെ എങ്ങനെയാണ് ഫേസ് ചെയ്യുക, ഹൈലി നെർവസ് ആണ്, അതുകൊണ്ടാണ് പോകാതിരിക്കുന്നത്. അപ്പോൾ
അത് ഇൻ ബിറ്റ്വീൻ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയൊരു കാര്യമുണ്ട്. ഗ്രേസ് ഡ്രോപ്പ് സംതിങ്, ഇങ്ങനെ ഇവരുടെ ഒരു റിയാക്ഷൻ കേട്ടപ്പോൾ ഗ്രേസ് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദാറ്റ് ഫോൾസ് ഫ്രം ഹർ ഹാൻഡ് ആൻഡ് ഗ്രേസ് കോൾസ് ഫോർ ദ സെർവൻറ്റിൻ്റെ പേരാണ് ലൂസിൻഡ. അപ്പോൾ കോർണേലിയ പറയാണ് ലൂസിൻഡ ഈസ് നോട്ട് ഇൻ ദ ഹോം, ഇവിടെ വീട്ടിലില്ല. ഷീ ഹാസ് ഗോൺ ഫോർ എ ബിഗ് കളേർഡ് ഫ്യൂണറൽ എന്ന് പറയുന്നുണ്ട്. ഈ കളേർഡ് ഫ്യൂണറൽ എന്നുള്ള സംഗതി എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കണം. കളേർഡ് ഫ്യൂണറൽ എന്ന് പറഞ്ഞാൽ ഫ്യൂണറൽ ഓഫ് ദ ബ്ലാക്സ് ആണ്. അപ്പോൾ സൊസൈറ്റിയിലുള്ള ലെയറിങ് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. കോർണേലിയ ഈസ് ഇൻ ദ ഹയസ്റ്റ് പൊസിഷൻ, ഗ്രേസ് അതിൻ്റെ ഒരു നോർമൽ ഓർഡിനറി ലെവൽ, അതിലും താഴെയാണ് ബ്ലാക്സിനെ കൺസിഡർ ചെയ്യേണ്ടത്. അവരുടെ ഫ്യൂണറലിന് പോലും നോർമൽ പീപ്പിൾ പോവില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമ്മളിവിടെ ലൂസിൻഡ സെർവൻറ്റ്, ഷീ ഹാസ് ഗോൺ ഫോർ സം കൈൻഡ് ഓഫ് എന്താ പറയുക ഫങ്ഷനോ ഫ്യൂണറൽ. അപ്പോൾ അതെന്തുകൊണ്ടാണ് ആ ഫ്യൂണറലിൽ പോലും ആരും പോവില്ല, ബാക്കിയുള്ള ആൾക്കാർ പോവില്ല എന്നുള്ളതാണ്. അതായത് വൈറ്റ് പീപ്പിൾ പോവില്ല, അല്ലെങ്കിൽ സോഷ്യലി അപ്ലിഫ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, സോ കോൾഡ് അപ്ലിഫ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോവില്ല എന്നുള്ളതാണ്. Then Grace says that you have that nervous laryngitis. എന്താ നിങ്ങൾക്ക് പറ്റിയതെന്ന് കോർണേലിയയുടെ അടുത്ത് ചോദിക്കാം. നെർവസ് ലാരിഞ്ചൈറ്റിസ് എന്നാൽ നമുക്ക് ഔട്ട് ഓഫ് ഫിയർ ചിലപ്പം ചെറുതായിട്ട് കോൾഡും പനിയൊക്കെ വരും. അപ്പം കോർണേലിയ എന്താ പറയുക, ഷീ സേസ് ദാറ്റ് ഐ ഡിഡ്ന്റ് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്. എന്താ പറയുക, അപ്പോൾ ഫോൺ വീണ്ടും ഫോണ് അടിയുന്നുണ്ട്. ഫോൺ അടിയുന്നത് കേൾക്കുമ്പോൾ ഗ്രേസ് പിക്കപ്സ് ദ കോൾ. മിസ് കോട്സ് റെസിഡൻസ് എന്ന് പറയാണ്. അപ്പോൾ കോർണേലിയ സ്നാച്ചസ് ദ ഫോൺ. സ്നാച്ചസ് എന്ന് പറഞ്ഞാൽ പിടിച്ചു വാങ്ങുക, എസ്മറാൾഡ ആണെന്ന് വിചാരിച്ചിട്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ആക്ച്വലി എസ്മറാൾഡ, ഇറ്റ്സ് സി ബ്രൈറ്റ്. അപ്പോൾ കോർണേലിയ ആക്ച്വലി എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് സം കൈൻഡ് ഓഫ് ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. പക്ഷെ ഗ്രേസിനോട് ചൂടാവും, വൈ ഡിഡ് യു ഗിവ് ദ ഫോൺ. അപ്പോൾ ഗ്രേസ് പറയും ഐ ഡിഡ്ന്റ് ആസ്ക് യു ടു ടേക്ക് ഇറ്റ്, യു ബോറോഡ് ഇറ്റ്. അപ്പോൾ നിങ്ങൾ പിടിച്ചു വാങ്ങിച്ചതല്ലേ എന്ന് ചോദിക്കുകയാണ്. കോർണേലിയ പിക്സ് അപ്പ് ദ കോൾ. അപ്പം ഒരു പിലിഗ്രിംസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. ആൻഡ് കോർണേലിയ ഹാസ് എ വെരി ബിഗ് ഹൗസ് ആൻഡ് ഷി ഹാസ് എ വെരി ബ്യൂട്ടിഫുൾ ഗാർഡൻ. ഇറ്റ്സ് എന്താ ഹോബി ഇൻ എ വേ, ഐസ്തെറ്റിക് ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നത്, ഷോ ഓഫ് ചെയ്യാന്ന് പറയുന്നത്. ആൻഡ് വൈ ഡിഡ് മിസ്സസ് സി ബ്രൈറ്റ് കോൾ? ഷീ കോൾഡ് ബിക്കോസ് പിലിഗ്രിംസ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിൻ്റെ ലീഡറാണ് മിസ് സി ബ്രൈറ്റ്. അവരുടെ ഒരു മീറ്റിംഗ് ഇവരുടെ ഗാർഡനിൽ, കോർണേലിയയുടെ ഗാർഡനിൽ കീപ്പ് ചെയ്തോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സി ബ്രൈറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് കോർണേലിയ ഈസ് നോട്ട് റെഡി. ഷീ ഈസ് നോട്ട് റെഡി ടു ഗിവ് എനി കൈൻഡ് ഓഫ് സച്ച് സോഷ്യൽ ഹെൽപ്പ്. നിങ്ങളുടെ ഡോഗ്സും നിങ്ങളുടെ ആൾക്കാരും എൻ്റെ ഗാർഡൻ വൃത്തികേടാക്കും എന്ന് പറഞ്ഞിട്ട് ഷീ ഈസ് നോട്ട് റെഡി ടു ഗിവ് എവേ ഹർ ഗാർഡൻ. അപ്പോൾ അവരുടെ വീണ്ടും ഒരു ക്യാരക്ടർ സൈഡാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഗ്രേസ് ഷീ പുട്സ് ദ കോൾ ഡൗൺ. അപ്പോൾ ഗ്രേസ് പറയുന്നു, ഇഫ് യു ഹാവ് ഗോൺ ഫോർ ദി ഇലക്ഷൻ പർപ്പസ്, നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിനൊരു ഈസിനെസ് ഉണ്ടാവും. വെൻ യു ആർ എവേ ഫ്രം ദാറ്റ് പ്ലേസ് എന്നാണ് നിങ്ങളുടെ നെർവസ്നെസ് ചോദിക്കുകയാണ്. അപ്പോൾ നെർവസ്നെസ് കൂടുകയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ്. ദെൻ Grace asks one more thing. Are you competing for something? Are you up for office? നിങ്ങൾ ഏതെങ്കിലും പോസ്റ്റിന് വേണ്ടി മത്സരിക്കുന്നുണ്ടോ? Are you running for something? അപ്പോൾ കോർണേലിയ is thinking, me running for something? ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പുറകെ പോവേ മത്സരിക്കുക, വേറെ ആർക്കെങ്കിലും വേണേൽ ഞാൻ ആയിക്കൊടുത്തേക്കാം റീജൻറ്റ്, അല്ലാതെ ഞാനൊരു കാര്യത്തിന് വേണ്ടി മത്സരിക്കൊന്നുമില്ല. എല്ലാവരും എന്നോട് ഈക്വലി ആവാൻ പറഞ്ഞാൽ മാത്രമേ ഞാൻ കേൾക്കുള്ളൂ. ദാറ്റ് ഈസ് എ ആറ്റിറ്റ്യൂഡ്. ഷീ സേസ് ദാറ്റ് ഓൾ ദിസ് വൈൽ ഞാൻ ഏതെങ്കിലും സൊസൈറ്റിയിലോ ക്ലബിലോ ഏതെങ്കിലും പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ദ ഇൻസിസ്റ്റൻസ് ഓഫ് മെമ്പേഴ്സ്. ബട്ട് നൗ കോൺഫെഡറേറ്റ് ഡോട്ടേഴ്സിന് ഒരുപാട് ചാപ്റ്റേഴ്സ് തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ മെമ്പേഴ്സ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇൻ ദിസ് കേസ് എല്ലാ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ആൻഡ് സം ഓഫ് ദ പീപ്പിൾ ആർ ഹോസ്റ്റൈൽ. എനിക്കെതിരെ മൂവ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എനിക്കെതിരെ കൂട്ടായി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. ഐ ഡോണ്ട് വോണ്ട് ടു ബി ഇൻ എ പ്ലേസ് ലൈക്ക് ദാറ്റ്. എനിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ ഗ്രേസ് ചോദിക്കുകയാണ്, മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് യു, നിങ്ങൾക്കെതിരെ ഇപ്പോൾ ആരും മൂവ്മെൻറ്റ് ഉണ്ടാക്കാനാണ്? കോർണേലിയ സേസ് ഓർഗനൈസ്ഡ് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്, പണ്ടത്തെ പോലെയൊന്നും അല്ല. ദെർ ആർ എ ലോട്ട് ഓഫ് ന്യൂ കമേഴ്സ്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ വിഷയങ്ങളുണ്ട് എന്നൊക്കെ പറയാണ്. Then she continues to say that I was never the regent of this club, particular Confederate daughters. അപ്പോൾ ഗ്രേസ് ചോദിക്കുന്നു, ഡു യു വോണ്ട് ടു ബി ദ റീജൻ? അപ്പോൾ കോർണേലിയയുടെ റിയാക്ഷൻ നോക്കുക, ഐ ഡോണ്ട് വോണ്ട് ടു ബി ദ റീജൻ.
എന്താ പറയുക, എന്താണ്, ഐ ഡോണ്ട് വോണ്ട് ടു ബി ദ റീജൻറ്റ് എസ്പെഷ്യലി ഇൻ സച്ച് എ സിറ്റുവേഷൻ വെൻ പീപ്പിൾ ആർ, എന്താ പറയുക, കുറേ ആൾക്കാർ എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഫോഴ്സ് ഗ്യാദർ ചെയ്യുമ്പോൾ അതൊക്കെ അവരുടെ തോന്നലാണ് കേട്ടോ. ആക്ച്വലി നോ വൺ ഇസ് ഗ്യാദറിങ് ഫോഴ്സ് എഗെയിൻസ്റ്റ്. ആക്ച്വലി അവർ അത്രത്തോളം റെലവൻസ് പോലും കീപ്പ് ചെയ്യുന്ന ഒരാളല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അവർക്ക് തോന്നുന്ന തോന്നലിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രേസ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, വാട്ട് കൈൻഡ് ഓഫ് ഫോഴ്സ് ഇസ് ഹാപ്പനിങ് ദെയർ, നോ വൺ ഇസ് ഗോയിങ് എഗെയിൻസ്റ്റ് യു. പക്ഷേ അതിനേക്കാട്ടിലും ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരാണ് ഇലക്റ്റഡ് ആവുക എന്ന് പറയാണ്. അപ്പോൾ കോർണേലിയ പറയുന്നത്, എനിക്ക് ഓൾഡർ ബോർഡ് മെമ്പേഴ്സ് എന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ടുണ്ട്. പക്ഷെ റാപ്പിഡ്ലി ലേറ്റ്ലി ആയിട്ട് കുറേ മാറ്റങ്ങൾ വന്നവരുടെ ഭാഗത്തു നിന്നും എന്താണ്, എനിക്ക് സപ്പോർട്ടില്ല. ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ബി ദ മെമ്പർ. എല്ലാവരും ഇൻസിസ്റ്റ് ചെയ്യുകയാണെങ്കിലേ ഞാൻ ആവുള്ളൂ എന്നാണ് പറയുന്നത്. സോ ദ പ്രോബ്ലം ഇസ്, ഇപ്പം ആയിട്ട് ചാപ്റ്റേഴ്സ് ഒരുപാട് കോൺഫെഡറേറ്റ് ഡോട്ടേഴ്സിന് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. എവ്രി മെമ്പർ ഇൻ സൊസൈറ്റി ഈസ് എ മെമ്പർ ഓഫ് കോൺഫെഡറേറ്റ് ഡോട്ടേഴ്സ്. പല പള്ളികളിൽ പോകുന്ന ആൾക്കാർ, പല ചേർച്ചസിൽ പോകുന്ന ആൾക്കാരൊക്കെ ഇപ്പം മെമ്പേഴ്സാണ്. അങ്ങനെ പറയാനുള്ള റീസൺ വീണ്ടും സോഷ്യൽ ഡിസ്ക്രിമിനേഷനാണ് അവിടെ കാണിക്കുന്നത്. എവ്രി പീപ്പിൾ ഡിഡൻറ്റ് ഗോ ടു ദ സെയിം ചേർച്ച്. അതായത് ബ്ലാക്ക് ആൾക്കാർക്ക് വേറെ ചർച്ച്, സൊസൈറ്റിയിൽ വേറെ വേറെ ലെയേഴ്സിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേറെ വേറെ ചർച്ച്. അപ്പോൾ ഇവർ പറയുന്നത്, ഇപ്പം പുതിയ ലെവൽ അനുസരിച്ച് എല്ലാ ചേർച്ചിൽ പോകുന്ന ആൾക്കാരും, അതായത് സൊസൈറ്റിയിലുള്ള എല്ലാ ലെയേഴ്സിൽ പെട്ട ആൾക്കാരും ഓരോ ചാപ്റ്ററിലെയും കോൺഫെഡറേറ്റ് ഡോട്ടേഴ്സിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെയും മെമ്പേഴ്സായിട്ട് വരികയാണ്. അപ്പോൾ ഭയങ്കര എന്താ പറയുക, മാറ്റം വരുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ദേ ആർ എഗെയിൻസ്റ്റ് മീ. ഓക്കെ, കോർണേലിയ എന്നിട്ട് പറയുന്ന ഒരു മേജർ പോയിന്റ്, ഐ ആം എ ഡെമോക്രാറ്റിക് പേഴ്സൺ, വെരി ഫേക്ക് ഡെമോക്രാറ്റിക്കേ അല്ല, എന്നെ എല്ലാവരും കൂടെ എലക്ട് ചെയ്താൽ മാത്രം മതി എനിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ദാറ്റ് ഇസ് നോട്ട് ഹർ റിയൽ ഐഡിയോളജി. ഫേക്കിയാണ് ഇവിടെ ചെയ്യുന്നത്. നൗ അഗെയിൻ എസ്മറാൾഡ ഹോക്കിൻസ് കോൾ, അതാണ് പ്ലേയിൻ്റെ പാട്ട്. എസ്മറാൾഡ ഹോക്കിൻസ് വിളിക്കുകയാണ്. എസ്മറാൾഡ ഹോക്കിൻസ് എന്തിനാണ് വിളിക്കുന്നത്, എന്താണ്, മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്താണ് അവരുള്ളത്. അവരുടെ ന്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കോർണേലിയ നേരത്തെ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹെൻസ് ഷീ ഈസ് കോളിംഗ് ഫ്രം ദി അപ്സ്റ്റേഴ്സ് ഫ്രം എ പ്രൈവറ്റ് പ്ലേസ്. അവരെ വിളിക്കുകയാണ്. ആൻഡ് കോർണേലിയ ഈസ് ആസ്കിങ് എ ലോട്ട് ഓഫ് തിങ്സ്. വാട്ട് വാസ് ദെയർ ഫോർ ലഞ്ച് അറ്റ് ദ പ്ലേസ്. അവിടെ ലഞ്ചിന് എന്തായിരുന്നു ഉണ്ടായിരുന്നത്, ലഞ്ചിൻ്റെ മെന്യൂവിനെ കുറേ കുറ്റം പറഞ്ഞു. ഐ നോ, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞുതരാം. യു ഹാവ് ദാറ്റ് സർബത്ത്, ലേഡി ഫിംഗേഴ്സ് ഉണ്ടാവും, ചിക്കൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞെങ്കിൽ ഇഫ് യു ആർ ഓക്കെ വിത്ത് ഇറ്റ് പ്ലീസ് ടോക്ക് ടു മീ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. എന്താ പറയുന്നത് നമുക്ക് നോക്കാം. And she asked whether the election has happened അല്ലെങ്കിൽ still the discussions going on. അപ്പം she says, Esmeralda says that the discussion is still going on. സിവിൽ റൈറ്റ്സ് പ്രോഗ്രാമിനെ കുറിച്ചുമൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. there is nothing about the election being happening now. കറൻ്റ്ലി ഹാപ്പൻ ചെയ്യുന്നില്ല. പിന്നെ കുറേ ഡിസ്കഷൻസ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാണ്. now what is Cornelia say എന്നുള്ളത് I tell in a very short manner. Cornelia says that I want to be the regent എന്ന് പറയുന്നില്ല. ഷീ ലൈക്സ് ടു ബി ദ റീജൻറ്റ്, അത് ക്ലിയർ ആണ്. പക്ഷെ അതങ്ങനെ വോക്കലായിട്ട് പറയുന്നില്ല, വാണ്ട് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നില്ല. പകരം ഷീ സേസ് ദാറ്റ് ഇഫ് എവ്രിബഡി ഈസ് ഇൻ എഗ്രിമെൻറ്റ്, എല്ലാവരും ഓക്കെ ആണെങ്കിൽ, എല്ലാവരും ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ, ഇൻസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ബി ദ റീജൻറ്റ്. അതെന്ന് പറഞ്ഞാലും ദർ ഷുഡ് ബി നോ അതർ നോമിനേഷൻ. എൻ്റെ പോസ്റ്റിന് വേണ്ടി വേറെ ആരും നോമിനേഷൻ സമർപ്പിക്കരുത്. അങ്ങനെ ആരെങ്കിലും നോമിനേഷൻ സമർപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ക്യാൻസൽ മൈൻ, എൻ്റെ നോമിനേഷൻ ക്യാൻസൽ ചെയ്യുക. എല്ലാ സിറ്റുവേഷനിലും എന്നെ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ, ഓൺലി മൈ നോമിനേഷൻ ഇസ് ദെയർ ആൻഡ് എവ്രിബഡി ഈസ് കൺസിഡറിങ് മീ ഓൺലി, അങ്ങനെ ആയാൽ മാത്രം എന്നെ റീജൻറ്റ് പൊസിഷനിലേക്ക് കൺസിഡർ ചെയ്താൽ മതി. ബിക്കോസ് ഐ ഹാവ് സെർവ്ഡ്, ഞാൻ ഒരുപാട് കാലം എന്താ പറയുക കോൺഫെഡറേറ്റ് ഡോട്ടറിനെ സെർവ് ചെയ്തിട്ടുണ്ട് പല പൊസിഷനിൽ നിന്നുകൊണ്ട്. ഐ ഹാവ് കണ്ടക്റ്റഡ് മെനി പ്രോഗ്രാംസ്, ഐ ഹാവ് ബീൻ എ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ നിങ്ങൾ കൺവിൻസ്ഡ് ആണെങ്കിൽ ആൻഡ് നോ വൺ എൽസ് ഈസ് ഗിവിങ് എ നോമിനേഷൻ, പ്ലീസ് ഡു കൺസിഡർ മൈൻ എന്ന് പറയില്ല, ഡു കൺസിഡർ മൈൻ എന്നാണ് പറയുന്നത്. Now she explains the various posts she has held as secretary, twice secretary ആയിട്ടുണ്ട്, പിന്നെ chaplain ആയിട്ടുണ്ട്, ഡ്രയറി ഓഫീസാണത്. വളരെ ടയറിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നു പോകാറുണ്ട്. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്താണ് ഞാൻ. വളരെ ലോയൽ ആയിട്ടുള്ള ഒരാളായിരുന്നു. ആൻഡ് ഇഫ് എവ്രി വൺ കൺസിഡേഴ്സ് എന്താ പറയുക മൈ പൊസിഷൻ ടു ബി ഇൻടാക്ട്, അങ്ങനെയാണെങ്കിൽ മാത്രം എന്നെ കൺസിഡർ ചെയ്താൽ മതി. ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ ഫോർ യു. എന്താ പറയുക,
Esmeralda, if anyone is nominated for the same position, just എന്താ പറയുക അൺകണ്ടീഷണലി വിത്ഡ്രോ മൈൻ, എൻ്റെത് എന്താണ് ഒഴിവാക്കണം എന്നുള്ളതാണ് എസ്മറാൾഡയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. Now the conversation begins between Grace and Cornelia. അപ്പം ഗ്രേസ് ചോദിക്കുന്നു ഇലക്ഷൻ കഴിഞ്ഞില്ലേ, ഹാവിൻ ഹാഡ് ഇറ്റ് യെറ്റ് എന്ന് ചോദിക്കും. കോർണേലിയ ഹാഡ് വാട്ട് എന്ന് ചോദിക്കുന്നു. ദേ ആർ ടോക്കിംഗ് അബൌട്ട് ദി ഇലക്ഷൻ ആൻഡ് കോർണേലിയ സേസ് ദി ഇലക്ഷൻ ഹാസൻ ഹാപ്പൻഡ് യെറ്റ് ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് പറഞ്ഞിട്ട് കോർണേലിയ ഇസ് റിയലി നെർവസ്. അപ്പോൾ ഗ്രേസ് ചോദിക്കുകയാണ് വൈ ആർ യു ബ്രീത്തിങ് സോ ഫാസ്റ്റ്, എന്താ പറ്റിയേ? അപ്പോൾ കോർണേലിയ ഇസ് സെയിങ് ദാറ്റ് ഐ കുഡൻറ്റ് സ്ലീപ്പ് യെസ്റ്റർഡേ നൈറ്റ് ബിക്കോസ് ഓഫ് യുവർ പ്രൗളിങ് നോയ്സ്. നിങ്ങൾ പല സൗണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല എന്നാണ് ഗ്രേസിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഗ്രേസ് സേസ് ദാറ്റ് ഷീ ഹാഡ് എ മസ്കുലർ എന്താ പറയുക പുൾ ഉണ്ടായതുകൊണ്ട് ഷീ കുഡൻറ്റ് സ്ലീപ്പ് ആൻഡ് ഷീ സേസ് സോറി ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ബ്രീത്തിങ് ഫാസ്റ്റ് ആയതെന്നാണ് കോർണേലിയ പറയുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാം ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഫിയർ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. Now we can see a very intimate conversation between Cornelia and Grace developing. ഇപ്പോൾ ഈ ടെൻഷൻ ആവുന്ന സമയത്ത് കോർണേലിയ കുറച്ചൊന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ മസിൽ സ്ട്രെയിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, കോൺട്രാക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കോർണേലിയ ആസ് ആസ്കിങ് ടു ഗ്രേസ്, നിനക്ക് എങ്ങനെയാണ് ഈ സ്ട്രെയിൻ വരുന്നത്, വൈ ഡു യു ഗെറ്റ് ദിസ് സ്ട്രെയിൻ, വാട്ട് കൈൻഡ് ഓഫ് സ്ട്രെയിൻ ഇസ് ദാറ്റ്, എന്താണ് നിങ്ങളുടെ സ്ട്രെസ് എന്ന് ചോദിക്കുമ്പോൾ ഗ്രേസ് ഇസ് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് എസ്കേപ്പ് ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. ബിക്കോസ് ഷീ നോസ് ദ നേച്ചർ ഓഫ് കോർണേലിയ. ഒരു മിനിറ്റ് ഇമോഷണലായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് മൊമെൻറ്റ് ഷീൽ ബി ഹാവിങ് അനദർ കൈൻഡ് ഓഫ് ബിഹേവിയർ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഗ്രേസ് ട്രൈ ടു കട്ട് ഓഫ് ദി കോൺവെർസേഷൻ. പക്ഷേ ഷീ ഈസ് ഫോഴ്സ്ഡ് ഇൻ ടു ദ കോൺവെർസേഷൻ. എന്താ പറയുക, കോർണേലിയ പറയുന്നു വേർ ആർ യു ഗോയിങ്, അപ്സ്റ്റേഴ്സ് ഫോർ എ മൊമെൻറ്റ്. ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല. ബെല്ലഡോണ ഇസ് ദ ഹോമിയോ മെഡിസിൻ, പനിക്കുള്ളതാണ്. ഇഫ് യു നോ, പെയിൻ കില്ലറൊക്കെ പോലെയുള്ളൊരു ലൈറ്റ് പെയിൻ കില്ലറാണ്. അപ്പോൾ അത് കഴിച്ചിട്ടില്ല, അത് കഴിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയുമ്പോൾ കോർണേലിയ പറയാണ് ഇഫ് യു ഹാവ് ടേക്കൺ ഹോമിയോ മെഡിസിൻസ്, നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഫുഡുമായിട്ടൊരു ഗ്യാപ്പ് വേണം ഹോമിയോ മെഡിസിൻസ് കഴിക്കുന്ന സമയത്ത്. അപ്പം കോർണേലിയ പറയുകയാണ് ഇപ്പം നീ ഓൾറെഡി കഴിച്ചതല്ലേ, ഫുഡ് കഴിച്ച് നിൽക്കുന്ന സമയത്ത് യു കനോട്ട് ടേക്ക് ബെല്ലഡോണ എന്ന് പറയാണ്. ആൻഡ് ഗ്രേസ് എന്ത് എക്സ്ക്യൂസ് പറയുന്നുണ്ടെങ്കിലും കോർണേലിയ ഡസൻ ലെറ്റ് ഹർ ഗോ. ദേ ആർ സിറ്റിംഗ് ദെയർ. Cornelia is saying so many times I have tried to talk to you but you never sit down എന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രേസ് പറയുന്നു ഐ ഡോണ്ട് വാണ്ട് ടു സെറ്റിൽ ഹിയർ, ഐ ആം ജമ്പി, എനിക്കൊരു സ്ഥലത്ത് അങ്ങനെ അധികം നേരം ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കോർണേലിയ പറയുകയാണ് ഇറ്റ്സ് ഓൾവേസ് വെൻ സംതിങ് ഈസ് ഓൾമോസ്റ്റ് സ്പോക്കൺ ബിറ്റ്വീൻ അസ്. നീ എപ്പോഴും എസ്കേപ്പ് ചെയ്ത് പോകാറുള്ളത് നമ്മൾ എന്തെങ്കിലും ഒന്ന് കൃത്യമായിട്ട് സ്പോക്കൺ ബിറ്റ്വീൻ അസ്, എന്തെങ്കിലും ഒന്ന് റിയലായിട്ട് സംസാരിക്കാൻ ട്രൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഗ്രേസ് പറയുകയാണ് ഐ ഡോണ്ട് വാണ്ട് ടു സീ യു സോ മച്ച് അജിറ്റേറ്റഡ്, സ്ട്രെസ്സിലാവുക ലൈക്ക് ഫോർ എ സില്ലി ഇലക്ഷൻ. അപ്പം കോർണേലിയ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് കോൺഫെഡറേറ്റ് ഡോട്ടേഴ്സ്, അതല്ല എന്താ പറയുക ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഗ്രേസ് പറയാം ഐ വോണ്ട് യു ടു നോട്ട് ടു തിങ്ക് അബൌട്ട് ഓൾ ദോസ് തിങ്സ്. ഞാൻ പോയിട്ട് പാട്ട് മാറ്റിയിട്ട് വരാം, റെക്കോർഡ് എന്താ പറയുക മാറ്റിയിട്ട് വരാം എന്ന് പറയാണ്. ഷീ ഡസൻ വോണ്ട് ടു കണ്ടിന്യൂ ദ കോൺവെർസേഷൻ ബിക്കോസ് ഷീ നോസ് ദ നേച്ചർ ഓഫ് കോർണേലിയ. അപ്പോൾ കോർണേലിയ ഇൻസിസ്റ്റ് ചെയ്യുന്നു യു ഷിഡൻ ഗോ. അപ്പോൾ കോർണേലിയ വീണ്ടും പറയുന്നത് ലെറ്റ് മീ ചേഞ്ച് ദ മ്യൂസിക് എന്ന് പറയുമ്പോൾ കോർണേലിയ സേസ് ദാറ്റ് ലെറ്റ് ഇറ്റ് പ്ലേ, ലെറ്റ് ഇസ് കണ്ടിന്യൂസ്ലി പ്ലേ, ലെറ്റ് us talk എന്നുള്ള രീതിയിലേക്ക് വീണ്ടും കോൺവെർസേഷൻ പോവാണ്. ഓക്കെ, then we can check what happens next. So now Cornelia is asking, will you bring in any kind of excuse just to stop the conversation between us? നമ്മളൊരു ജെനുവിനായിട്ട് കാര്യം സംസാരിച്ച് തുടങ്ങുമ്പം അത് നിർത്താൻ വേണ്ടിയിട്ട് നീ എന്ത് എക്സ്ക്യൂസും പറയുമെന്നാണ് ഗ്രേസിനോട് പറയുന്നത്. ആൻഡ് ഗ്രേസ് സേസ് ദാറ്റ് എന്താ പറയുക ഐ ജസ്റ്റ് വോണ്ട് ടു ലിസൺ ടു മ്യൂസിക്, ദാറ്റ്സ് ദ ഓൺലി തിങ് ഐ ഹാവ് ടു ഡു. അപ്പോൾ കോർണേലിയ പറയാണ് ആൻഡ് കംപ്ലീറ്റ്ലി ഡിസോണസ്റ്റ്, ആ ഒരു ഡിസിഷൻ കംപ്ലീറ്റ്ലി ഡിസോണസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് മ്യൂസിക് ശ്രദ്ധിച്ചിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രേസ് ചോദിക്കുകയാണ് എങ്ങനെയാണ് മ്യൂസിക് ഡിസോണസ്റ്റ് ആവുക. അപ്പോൾ കോർണേലിയ പറയുന്ന ഒരു ആൻസർ ഉണ്ട്, മ്യൂസിക്കിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് സ്മൂത്ത് തിങ്സ് ഓവർ. നമ്മളൊന്ന് മനസ്സിനെ കാമാക്കാനുള്ള ഒരു കപ്പാസിറ്റി മ്യൂസിക്കിനുള്ളതുകൊണ്ട് നമുക്ക് ചില സമയത്ത് എന്താണ് പറയാൻ ഉദ്ദേശിച്ച കാര്യം ആ ഒരു ഇൻറ്റൻസിറ്റിയോടുകൂടി പറയാൻ എന്താണ് മ്യൂസിക് ഒരു ഹിൻഡ്രൻസ് ആയേക്കാം എന്നാണ് കോർണേലിയ പറയുന്നത്.
So now Grace says that music hath charms to soothe the savage breast. അതായത് ഏറ്റവും അൺകാമായി നിൽക്കുന്ന മനസ്സിനെ, സാവേജ് ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന അൺകാം മൈൻഡ് എന്നാണ്. അതിനെ സമാധാനിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? മ്യൂസിക്കിനുണ്ട് എന്നാണ് ഗ്രേസ് പറയുന്നത്. ഓക്കെ, കോർണേലിയ തിരിച്ചു പറയുന്ന ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് കാര്യം ഒരാളോട് ചെയ്യണമെങ്കിലും, ഏത് സാവേജ് ബ്രസ്റ്റ് ആണെങ്കിലും, ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയുള്ള ആളാണെങ്കിലും, യു ഹാവ് ടു സേ സംതിങ്, ദാറ്റ് പേഴ്സൺ ഹാസ് ടു പെർമിറ്റ് ഇറ്റ്. അതാണ് ഇവിടെ നടക്കാത്ത കാര്യം എന്നാണ് പറയുന്നത്. നൗ കോർണേലിയ ആസ്ക്സ് ഗ്രേസ്, ഹാവിൻറ്റ് യു നോട്ടിസ്ഡ് സംതിങ്? ഞാൻ നിനക്കിന്നൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. ഹാവിൻറ്റ് യു നോട്ടിസ് സംതിങ്? ആൻഡ് ദാറ്റ് ഇസ് എ റോസ് ഫ്ലവർ. ഓക്കെ, ഒരു റോസ് ഫ്ലവർ ആണ്. ആൻഡ് ഇറ്റ്സ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് സംതിങ്. എന്തിനാണ് ഇവിടെ റോസ് ഫ്ലവർ വെച്ചിരിക്കുന്നതെന്ന് ഗ്രേസ് ചോദിക്കുകയാണ്. ഓക്കെ, നൗ വി ക്യാൻ സീ വൈ ഡസ് ഷീ കീപ്പ് ഇറ്റ്. നൗ ഗ്രേസ് ഡിഡൻറ്റ് റെസ്പോണ്ട്. ഈ റോസ് കണ്ടെങ്കിലും അതിനെക്കുറിച്ച് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഗ്രേസ് ഇസ് ഇൻ റെസ്പോണ്ടിങ് അറ്റ് ദ ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് കോർണേലിയ ചോദിച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ. വൈ ഡിഡ്ന്റ് യു സേ എനിത്തിങ് അബൌട്ട്? അപ്പോൾ ഗ്രേസിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രേസ് തോട്ട് ദാറ്റ് മീറ്റിങ്ങിനെ കുറിച്ച് കോർണേലിയ വാസ് ടു മച്ച് കൺസേൺഡ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഷീ കുഡൻറ്റ് സ്പീക്ക് അബൌട്ട് ഇറ്റ് എന്നുള്ളതുകൊണ്ടാണ് സംസാരിക്കാതിരുന്നത്. അപ്പോൾ കോർണേലിയ സേസ് ദാറ്റ് she was not at all concerned about the meeting, and Grace thanks her employer for the roses. അപ്പോൾ കോർണേലിയ സേസ് ദാറ്റ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഒരു എംപ്ലോയർക്ക് കൊടുക്കുന്ന പോലെ അല്ല. ആൻഡ് ഷി ഓൾസോ സേസ് ദാറ്റ് ദർ ആർ അതർ 14 റോസസ്, അതിന് ടോട്ടൽ 15 റോസസ് ആണുള്ളത് എന്ന് പറയും, കെപ്റ്റ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. അപ്പോൾ ഗ്രേസ് ചോദിക്കും, വൈ 15 റോസസ്? അപ്പോൾ കോർണേലിയ പറയാണ്, വി ഹാവ് ബീൻ ടുഗെദർ ഫോർ ഓൾമോസ്റ്റ് 15 ഇയേഴ്സ് നൗ എന്ന് പറയും. ഗ്രേസ് സേസ് ദാറ്റ് ഇറ്റ് ഹാസ് ബീൻ ഓൺലി 13 ഇയേഴ്സ്. അപ്പോൾ കോർണേലിയ അറിയാണ്, ഇറ്റ്സ് നോട്ട് 13 ഇയേഴ്സ്, ഇറ്റ് ഹാസ് ബീൻ 18 ഇയേഴ്സ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 15 ആണോ 13 ആണോ 18 ആണോ, ദേ ആർ നോട്ട് ക്ലിയർ. അതുപോലും അവർക്ക് ക്ലിയർ അല്ല ഹൗ മെനി ഇയേഴ്സ് ദേ ഹാവ് ബീൻ ടുഗെദർ എന്നുള്ളതിനെ കുറിച്ച് പോലും ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയോ സംസാരമോ ഇതിൻ്റെ മുന്നേ അവർ തമ്മിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സോ വെൻ ഗ്രേസ് ആക്ച്വലി താങ്ക്സ് ഹർ, അപ്പോൾ ഇത്രയും കാലത്തെ റിലേഷൻഷിപ്പിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒക്കേഷൻ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദിസ് ഇസ് എ ഗുഡ് തിങ് ടു ഗിവ് റോസസ് എന്ന് ഗ്രേസ് പറയുന്നുണ്ടെങ്കിലും മനസ്സ് തട്ടി പറയുന്നൊന്നുമല്ല. ബിക്കോസ് ഷീ നോസ് ദ ക്യാരക്ടർ ഓഫ് കോർണേലിയ. അവരെപ്പോഴാണ് സ്വിച്ച് ചെയ്യുക ബാക്ക് ടു ഹെർ അരിസ്റ്റോക്രാറ്റിക് ഡിമിനിയോർ എന്ന് പറയാൻ പറ്റില്ല. കോർണേലിയ സേസ് ദാറ്റ് ഫസ്റ്റ് ഐ തോട്ട് അബൌട്ട് പേൾസ്, പിന്നെ ഗോൾഡ് സംതിങ്, ദെൻ ഐ തോട്ട് റോസസ് ആർ ദ ബെസ്റ്റ് തിങ് ടു കമ്മ്യൂണിക്കേറ്റ് ആൻ ഇമോഷൻ എന്ന് പറയാണ്. അപ്പോൾ ഗ്രേസ് പറയാണ്, ഷീസ് ട്രൈ ടു എസ്കേപ്പ് അഗെയിൻ, ഷീ വോണ്ട് ടു ചേഞ്ച് ദ മ്യൂസിക്, ഷീ ഡസൻറ്റ് വോണ്ട് ടു സ്റ്റേ ദെയർ. അപ്പോൾ കോർണേലിയ പറയാണ്, ലെറ്റ് ദ മ്യൂസിക് പ്ലേ, സിറ്റ് ഡൗൺ, ഐ വോണ്ട് ടു ടെൽ യു അബൌട്ട് സംതിങ് എന്ന് പറയാണ്. ആൻഡ് ഷീ സേസ്, എന്നാണ് ആദ്യമായിട്ട് ഗ്രേസ് എഡ്ജ്വാട്ടർ ഡ്രൈവ്, 7 എഡ്ജ്വാട്ടർ ഡ്രൈവ് എന്നാണ് കോർണേലിയയുടെ റെസിഡൻസിൻ്റെ പേര്. അപ്പോൾ കോർണേലിയയുടെ റെസിഡൻസിൽ ആദ്യമായിട്ട് ഗ്രേസ് വരുന്നത് ഒരു 6th ഡേ ഓഫ് നവംബറിലാണ്, 15 years ago. അപ്പോൾ അതിനെക്കുറിച്ചാണ് കോർണേലിയ സംസാരിക്കുന്നത്. ഇൻ എ വെരി ചീസി മാനർ വന്നതിനെക്കുറിച്ചും ഹൗ ബ്യൂട്ടിഫുൾ വാസ് ഷീ എന്നുള്ള കാര്യത്തിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. In this part we can see how in a very cheesy, in a very romantic way actually Cornelia is describing the arrival of Grace into her residence. എങ്ങനെയാണ് ഇവരുടെ വീട്ടിൽ വന്നത്, വീട്ടിൽ വന്നപ്പോൾ ഇവർക്ക് ഉണ്ടായിരുന്ന ഫീലിംഗ് എന്തായിരുന്നു എന്നൊക്കെ കോർണേലിയ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ സ്ലൈഡിലാണ്. ഇൻ എ വെരി വെരി ഓർണമെൻറ്റഡ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് വന്ന വരവും ഇവരാദ്യമായിട്ട് കണ്ടതും ഒക്കെയാണ് കോർണേലിയ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ ആദ്യമായിട്ട് 7 എഡ്ജ്വാട്ടർ ഡ്രൈവിൽ വന്നപ്പോൾ മാൻഷനിൽ വന്നപ്പോൾ കണ്ട കാര്യമൊക്കെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നൗ ഗ്രേസിൻ്റെ റെസ്പോൺസ് നോക്കുക. ഷീ ലാവ്സ്, ഇറ്റ് സൗണ്ട്സ് ലൈക്ക് എ മാഗസിൻ സ്റ്റോറി, വുമൻസ് മാഗസിൻ സ്റ്റോറിയിലൊക്കെ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് പോലെയുണ്ട്. വളരെയധികം ഓവർ റൊമാൻറ്റിസൈസ്ഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രേസ് ജീവിക്കാം. അപ്പോൾ കോർണേലിയ പറയുന്നത് ഇറ്റ്സ് എ കട്ടിങ് റിമാർക്ക്, നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ സെൻറ്റിമെൻറ്റ്സ് ഇല്ലാതെ സംസാരിക്കാൻ പറ്റുന്നത്?
അപ്പോൾ കോർണേലിയ ഗ്രേസ് റിയാക്ഷൻ ഇസ് ദാറ്റ് ഐ കെ നോട്ട് എക്സ്പെക്ട് സെൻറ്റിമെൻറ്റ്സ് ഫ്രം യു. നിങ്ങളുടെ അടുത്ത് നിന്ന് സെൻറ്റിമെൻറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഐ എം ഓൾവേസ് എ ലിറ്റിൽ എംബാരസ്ഡ് ബൈ സെൻറ്റിമെൻറ്റ്. നിങ്ങൾ സെൻറ്റിമെൻ്റലായി സംസാരിക്കുന്ന എന്താ പറയുക സമയത്ത് വി കെ നോട്ട് ആക്സെപ്റ്റ് ദാറ്റ്. കാരണം കോർണേലിയ സ്കോട്ടിനെ അറിയുന്ന ആൾക്കാരും ഇങ്ങനെ ലിറിക്കലായിട്ട് സംസാരിക്കുന്ന ഒരാളെ അറിയില്ല ഇത്ര ഈ ഒരു രീതിയിൽ. കോർണേലിയ അറിയുന്ന ഒരാൾ പോലും ഇത്തരത്തിൽ നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞാൽ വിശ്വസിക്കില്ല. അപ്പോൾ കോർണേലിയാസ് റിയാക്ഷൻ ഇസ് ദാറ്റ് നോബഡി നോസ് മീ. അതാണ് അതിലെ പ്രശ്നം. അപ്പോൾ ഗ്രേസ് തിരിച്ചു പറയുന്ന ഒരു മറുപടി ഉണ്ട്, നിങ്ങളും സെൻറ്റിമെൻറ്റ്സും തമ്മിലൊരു ബന്ധവും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ദാറ്റ് ഇസ് ഫാർ അവേ ഫ്രം യു. When Grace says that sentiment isn't like Cornelia, നിങ്ങളും സെൻറ്റിമെൻറ്റും തമ്മിലൊരു റിലേഷനും ഇല്ല എന്ന് ഗ്രേസ് പറയുന്ന സമയത്ത് കോർണേലിയ ഒന്ന് ലൗഡായിട്ട് സംസാരിക്കാൻ പറയും. പിന്നെ സൈലൻ്റ് ആയിരിക്കണോ, വി ഷുഡൻറ്റ് സ്പീക്ക് അബൌട്ട് ദീസ് തിങ്സ് എന്നാണ്. അപ്പോൾ നിങ്ങളെപ്പോലെ അല്ല എന്ന് പറയുമ്പം നോട്ട് ലൈക്ക് മീ മീൻസ് എനിക്ക് എൻ്റെ ഇമോഷൻസും എൻ്റെ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്തുകൂടെ എന്ന് പറയുകയാണ്. അപ്പോൾ ഗ്രേസിൻ്റെ റിപ്ലൈ ഇതാണ്, യു ആർ റിയലി ടെൻസ്ഡ് അബൌട്ട് ദി ഇലക്ഷൻ പ്രോസസ്സ്. അപ്പോൾ അത്രയും നേരം യു നീഡ് ടു സ്പീക്ക് സംതിങ്, അത് വളരെ എവിഡൻ്റ് ആണ്. അപ്പോൾ ആങ്സൈറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇലക്ഷൻ്റെ ആങ്സൈറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കുന്നതാണ് ഗ്രേസ് പറയുന്നത്. അപ്പോൾ കോർണേലിയ പറയുന്നത് ദാറ്റ്സ് എ വെരി ബിഗ് ഇൻസൾട്ട്, ഒരു വീൽഡ് ആയിട്ടുള്ള, അതായത് മറച്ചു വെച്ചിട്ടുള്ള ഒരു ഇൻസൾട്ടാണ് അതത്. അപ്പോൾ ഗ്രേസ് പറയുന്നത്, കോർണേലിയ പ്ലീസ് ഡോണ്ട് ടോക്ക് ലൈക്ക് ദിസ് ആൻഡ് ഷീ ബെഗ്സ് ഹർ ടു സ്റ്റോപ്പ് സ്പീക്കിംഗ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഇമോഷണലായിട്ട് സംസാരിച്ച് നെക്സ്റ്റ് മൊമെൻറ്റിൽ പഴയ സ്വഭാവത്തിലേക്ക് മാറിയാൽ ഗ്രേസിന് അത് ഭയങ്കര ഹേർട്ടിംഗ് ആയിരിക്കും. സോ പ്ലീസ് സ്റ്റോപ്പ് ദിസ് എന്നാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ഗ്രേസ് പറയും, ഇഫ് ഐ ഹാവ് സെഡ് സംതിങ് റോങ് ഐ എം സോറി അബൌട്ട് ഇറ്റ്, ബട്ട് പ്ലീസ് ഡോണ്ട് കണ്ടിന്യൂ ദിസ് കോൺവെർസേഷൻ, വി ക്യാൻ സ്റ്റോപ്പ് ഇറ്റ് ഹിയർ. നമുക്ക് നോർമലി എങ്ങനെയാണോ അങ്ങനെ ബിഹേവ് ചെയ്യാമെന്ന് പറയും. Now in this slide we can see finally Grace is trying to speak up. എന്നിട്ട് എന്തുകൊണ്ടാണ് കോൺവെർസേഷൻ പോസിബിൾ അല്ലാത്തതെന്ന്, ഐ സ്കിപ്ഡ് some one page here, it's okay, I will explain to you what is happening, now listen to me. That is എന്താ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. അതായത് കോർണേലിയ ഓപ്പണായിട്ട് സംസാരിക്കാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് ഗ്രേസ് ഇസ് നോട്ട് റെഡി ടു സ്പീക്ക് അപ്പ്. ഗ്രേസ് ഈസ് വെയിറ്റിംഗ്, എന്താ പറയുക, ഇവരുടെ സ്വഭാവം ഇപ്പം മാറും, അപ്പം ഞാനിനിയിപ്പോൾ ഓപ്പൺ അപ്പായി സംസാരിച്ചു കഴിഞ്ഞാലും ഐ വോണ്ട് ഗെറ്റ് എ സ്പേസ് എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് വളരെ ക്ലിയർ ആയതുകൊണ്ട് ഗ്രേസ് ഇസ് നോട്ട് റെഡി ടു സ്പീക്ക്. പക്ഷേ അറ്റ് ദി എൻഡ് ഷീ സ്പീക്സ്. കുറച്ച് കഴിഞ്ഞ് അവർ സംസാരിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഹൈഫണേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നിട്ട് ഗ്രേസ് ഓപ്പണായിട്ട് പറയുന്നത്, ബോത്ത് ഓഫ് അസ് ഹാവ് ടേൺഡ് ഗ്രേ. നമുക്ക് രണ്ടുപേർക്കും പ്രായമായിട്ടുണ്ട്, ബട്ട് നോട്ട് ദ സെയിം കൈൻഡ് ഓഫ് ഗ്രേ. നമ്മളുടെ രണ്ടാളുടെയും ഗ്രേയിങ് വയസ്സാവൽ തമ്മിൽ വ്യത്യാസമുണ്ട്. യു ആർ ലൈക്ക് എംപറർ ടൈപ്പീരിയസ്. നിങ്ങളൊരു ചക്രവർത്തിയെ പോലെയാണ്. ഇമ്പീരിയൽ ടോഗ എന്ന് പറഞ്ഞാൽ ലോങ് ഡ്രസ് ഓഫ് ദ എംപറർ ആണ്. അപ്പോൾ നിങ്ങൾ വയസ്സായത്, ഇപ്പോൾ നമ്മൾ ക്വീൻ എലിസബത്ത് പ്രായമായി കഴിഞ്ഞാൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇമേജും, അതുപോലെ നമ്മളുടെ വളരെ നോർമലായിട്ടുള്ള ഒരാൾ ആ 90s നിൽക്കുന്ന അല്ലെങ്കിൽ 100ൻ്റെ വക്കിലെത്തി നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു അപ്പിയറൻസും രണ്ടും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ടല്ലോ, ഒരു സാധാരണക്കാരനും ഒരു എലീറ്റ് ക്ലാസ്സിലുള്ള ആളും തമ്മിൽ. അപ്പോൾ അതുപോലെയാണ് ഗ്രേസ് പറയുന്നത്, രണ്ടും തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. നിങ്ങൾക്ക് പ്രായമായത് ഒരു അയോൺ ഗ്രേ ആണെങ്കിൽ എൻ്റേത് ഇറ്റ്സ് ലൈക്ക് എ കോബ് വെബ്, ചെലന്തി വല പോലെയാണ്. യു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് പൊസിഷൻ ഇൻ ദ സൊസൈറ്റി, യു ഹാവ് സോ മച്ച് ഫോർച്യൂൺ, ഐ എം നോട്ട് സച്ച് കൈൻഡ് ഓഫ് എ പേഴ്സൺ. നിങ്ങൾക്ക് എഡ്ജ്വാട്ടർ ഡ്രൈവ് ഉണ്ട്, ബിഗ്ഗസ്റ്റ് ഓഫ് ദി മാൻഷൻ, റിയൽ എസ്റ്റേറ്റ് ഹോൾഡിങ്സ് ഉണ്ട്, യു ഹാവ് കണക്ഷൻസ് ഇൻ ദ സൊസൈറ്റി, ഐ എം ജസ്റ്റ് എ ഷൈ ലിറ്റിൽ സെക്രട്ടറി. അത് നിങ്ങൾ മനസ്സിലാക്കണം. ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ബോത്ത് എന്നുള്ളത് മനസ്സിലാക്കാൻ. ഡോണ്ട് ഫോഴ്സ് മീ ഇൻ ടു ടോക്കിംഗ്. നിങ്ങളിങ്ങനെ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടോ നമ്മളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടോ നെക്സ്റ്റ് മൊമെൻറ്റിൽ സ്വിച്ച് ടു അനദർ ക്യാരക്ടർ ടു യുവർ ഓൾഡ് സെൽഫ് എന്നുള്ളതോ പോസിബിൾ അല്ല എന്നാണ് ഗ്രേസ് ഇതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ കൊർണേലിയ സേസ് ദാറ്റ് നൗ യു ഹാവ് സ്റ്റാർട്ടഡ് ടോക്കിംഗ്. നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. നൗ ടോക്ക് ലൈക്ക് ദിസ്. അങ്ങനെ പറയാൻ വേണ്ടി പറയുമ്പോൾ ഗ്രേസ് കണ്ടിന്യൂസ് പറയാണ്, യെസ് ഐ ഹാവ് ഓൾസോ ടേൺ ഗ്രേ. പക്ഷേ എൻ്റെത് കോബ് വെബിൻ്റെ കളറാണ്, അല്ലെങ്കിൽ കോബ് വെബ് പോലെ ഉറപ്പില്ലാത്ത ഒരു സാധാരണ ആയിട്ടുള്ള ആളാണ് ഞാൻ. ഡോണ്ട് എക്സ്പെക്ട് യോർ കൈൻഡ് ഓഫ് എന്താ പറയുക
മീൻസ് ഫ്രം മീ, നിങ്ങളെപ്പോലെ അല്ല ഞാൻ, ഒരുപാട് ഡിഫറെൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോർമലായിട്ട് സംസാരിച്ച് വരുന്ന സമയത്ത് ഫോൺ റിങ്സ്. ആ ഫോൺ റിങ് ചെയ്തത് രണ്ടുപേരും ശ്രദ്ധിക്കുന്നില്ല. ബോത്ത് ഓഫ് ദം ആർ എന്താ പറയുക അൺഅവെയർ ഓഫ് ദിസ്. അപ്പോൾ എന്നിട്ട് പറയാണ് ദർ ഇസ് എ കൈൻഡ് ഓഫ് സൈലൻസ് ദാറ്റ് ഹാസ് ഗ്രോൺ ബിറ്റ്വീൻ അസ് സിൻസ് ലോങ് ടൈം. നമ്മളുടെ ഇടയിൽ ഒരുപാട് നാളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സൈലൻസ് ഉണ്ട്. ആൻഡ് ഹാസ് ബിക്കം ഇൻ ടു കൈൻഡ് ഓഫ് വാൾ ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി ടു ബ്രേക്ക് ഇറ്റ്. അത് അത്ര ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു സൈലൻസ് ഒന്നുമല്ല. 15 years ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ, ദർ ആർ സം തിങ്സ് ദാറ്റ് ഇസ് അൺസ്പോക്കൺ ബിറ്റ്വീൻ അസ്, ദോ ബോത്ത് ഓഫ് us നോ. ഇനി എന്താണ് സംതിങ് അൺസ്പോക്കൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോ റിയൽ റിലേഷൻഷിപ്പ് ഇസ് ഹാപ്പനിങ് ബിറ്റ്വീൻ. റിയൽ ആയിട്ടുള്ളൊരു ബന്ധമല്ല ആരും കോർണേലിയയും തമ്മിൽ, ഗ്രേസും കോർണേലിയയും തമ്മിൽ. ഒരു ഫേക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക മോഡൽ ബോസ് സെക്രട്ടറി, അവിടെ ഒരു റിയൽ ഇമോഷനും ഡിസ്കസ് ചെയ്യാത്തൊരു സ്പേസാണ്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ബാക്കിയുണ്ട്. ഇവിടെ ഒരു എന്താ പറയുക ലെസ്ബിയൻ റിലേഷൻഷിപ്പിൻ്റെ ഇംപ്ലിക്കേഷൻസും നമുക്കിവിടെ കാണാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ആൻഡ് ഇഫ് വി ഹാവ് ടു സ്പീക്ക് അപ്പ് ആൻഡ് ടോക്ക് അബൌട്ട് അസ് എന്നുള്ളൊരു കാര്യം വരണമെങ്കിൽ ഗ്രേസ് പറയുന്നത് സംതിങ് ഡൈനമൈറ്റ്, വളരെ ഒരു വലിയൊരു എക്സ്പ്ലോഷൻ തന്നെ സംഭവിക്കേണ്ടി വരും, അല്ലാതെ നമ്മൾ തമ്മിലൊരു സംസാരം പോസിബിൾ അല്ല എന്നാണ് ഗ്രേസ് പറയുന്നത്. ഓക്കെ, അറ്റ് ദിസ് പോയിൻറ്റ് the phone rings. When Grace is talking really emotionally, phone rings and actually Grace takes the phone and talks into the phone. Conversation actually കോർണേലിയോട് വളരെ ഇമോഷണലായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോണിൽ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അപ്പോൾ കോർണേലിയ ഗെറ്റ്സ് ബാക്ക് ടു ഹർ ഓൾഡ് ക്യാരക്ടർ ആൻഡ് ടെൽസ് വെരി ഫിയേഴ്സ്ലി വാട്ട് ആർ യു ടോക്കിംഗ്, എന്താണ് ഫോണിൽ അപ്പുറത്തുള്ള ആൾ കേൾക്കില്ലേ? ആൻഡ് ഷീ സ്നാച്ചസ് ദ ഫോൺ ആൻഡ് അറ്റ് ദി അതർ സൈഡ് ഓഫ് ദ ഫോൺ ഇസ് എസ്മറാൾഡ ആൻഡ് ഷീ വോണ്ട് ടു ഡിസ്കസ് അബൌട്ട് ഇലക്ഷൻ ടു കോർണേലിയ. ഇലക്ഷൻ്റെ തൊട്ട് മുന്നേ വിളിച്ചതാണ്. പിന്നെ അവിടെ പല ഡിസ്കഷൻസും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പിന്നെ റീജൻ്റ് ആവാൻ പറ്റില്ലെങ്കിൽ വൈസ് റീജൻ്റ് ആവാൻ പറ്റുമോ, അത് ആയാൽ മതിയോ, ഇസ് ഇറ്റ് ഓക്കെ വിത്ത് യു എന്ന് ചോദിക്കാനാണ് എസ്മറാൾഡ വിളിക്കുന്നത്. ബട്ട് ഇറ്റ്സ് എ വെരി എന്താ പറയുക ബഹളമുള്ള അറ്റ്മോസ്ഫിയർ. നൗ എസ്മറാൾഡ ഈസ് ആസ്കിങ് എന്താ പറയുക ആരുടെ അടുത്ത്, കോർണേലിയയുടെ അടുത്ത്, നിങ്ങളോട് ഇവിടുന്ന് ചോദിക്കുന്നുണ്ട് ഈസ് ഇറ്റ് ഓക്കെ ഇഫ് യു ബിക്കം ദ വൈസ് റീജൻറ്റ്, നിങ്ങൾക്ക് റീജൻ്റ് ആവാൻ പറ്റില്ല, വൈസ് റീജൻ്റ് ആയാൽ മതിയോ? അവിടെ ആകെ ബഹളമാണ്, അതുകൊണ്ട് പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓക്കെ ആണോ വൈസ് റീജൻ്റ് ആയാൽ, വാട്ട്സ് ഗോയിങ് ഓൺ ദെയർ എന്നാണ് അന്നിപ്പോൾ ആരുടെ റെസ്പോൺസ്, കോർണേലിയയുടെ റെസ്പോൺസ്. അപ്പോൾ ഇവരാരും റീജൻ്റായിട്ട് എലക്ട് ചെയ്തിട്ടില്ല എന്നാണ് ചുരുക്കം. അപ്പോൾ ഇവർ ഷൗട്ട് ചെയ്യും എസ്മറാൾഡ, ഐ ടോൾഡ് യു ഐ ഡോണ്ട് വാണ്ട് എനി അതർ ഓഫീസ് അതർ ദാൻ ദി ഹയസ്റ്റ് വൺ, എനിക്ക് ഹയസ്റ്റ് വന്ന് കിട്ടിയേ മതിയാവുള്ളൂ. അപ്പോൾ ഗ്രേസ് ഫോൺ കട്ടായതിന് ശേഷം ചോദിക്കുകയാണ് വാട്ട് ഹാപ്പൻഡ്, ഷീ ടോൾ മീ ഷീ വിൽ കോൾ ആഫ്റ്റർ 5 minutes. ഇതൊരു റിസർച്ച് സെഷനാണ്. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ ചോദിച്ചാണ് വൈസ് റീജൻ്റ് ആയാൽ മതിയോ എന്ന്, വുഡ് യു ആക്സെപ്റ്റ് വൈസ് റീജൻ്റ് പോസ്റ്റ് എന്ന്. അപ്പോൾ ഇവരെന്ത് പറയും, പറ്റില്ല, എനിക്ക് ഹയസ്റ്റ് പോസ്റ്റ് വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ കോർണേലിയ പറയുന്നത് വൈ ഡസ് ദി ആസ്ക് സോ, പിന്നെ എങ്ങനെയാണ് ഫോൺ കട്ടായി പോയത്, വൈ ഡിഡ് ഷീ കട്ട് ദ ഫോൺ എന്നുള്ളതൊക്കെയാണ് കോർണേലിയയുടെ പ്രശ്നം. അപ്പോൾ ഗ്രേസ് സേസ് ദാറ്റ് യു വെർ ആക്ച്വലി സ്ക്രീമിങ് ഇൻ ടു ദ ഫോൺ, ഷീ മൈറ്റ് ഹാവ് ഗോട്ട് ഫ്രൈറ്റൻഡ്, അതുകൊണ്ട് കട്ട് ചെയ്തതായിരിക്കാം എന്ന് പറയുകയാണ്. എന്നിട്ട് ഗ്രേസ് പറയാണ് it would have been better for you if you have gone for the meeting. I think my not being there is better എന്നാണ് അപ്പോൾ കോർണേലിയയുടെ റെസ്പോൺസ്. ഗ്രേസ് ഷീ വോണ്ട് ടു ഗോ എവേ നൗ. ഇവരുടെ ഈ ഒരു ബിഹേവിയറിൻ്റെ പാർട്ടാവാൻ ഗ്രേസിന് താല്പര്യമില്ല. ബട്ട് കോർണേലിയ ഫോഴ്സസ് ഹർ ടു സ്റ്റേ ബാക്ക് അഗെയിൻ, അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറയാണ്. നൗ ഗ്രേസ് ആക്ച്വലി ട്രൈ ടു എസ്കേപ്പ്, കാരണം കോർണേലിയയുടെ ക്യാരക്ടർ നന്നായി അറിയുന്നതുകൊണ്ട് ഗ്രേസ് ഡസൻറ്റ് വോണ്ട് ടു സ്റ്റേ ദെയർ. ബട്ട് ഓർഡർ ആക്കി കോർണേലിയ പറയും ഇറ്റ്സ് ആൻ ഓർഡർ, സിറ്റ് ദെയർ ആൻഡ് ടോക്ക് ടു മീ എന്ന് പറയണം. എന്നിട്ട് കോർണേലിയ ഈസ് ടെല്ലിങ് ഹർ ദി എക്സ്പീരിയൻസ് വെൻ ദേ മെറ്റ് ഈച്ച് അതർ ഫോർ ദ ഫസ്റ്റ് ടൈം. ഇവർ ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്താ പറയുക ഉണ്ടായിരുന്ന മീറ്റിംഗ് എവിടെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് ദേ വെൻ ഫോർ സം സമ്മർ ക്യാമ്പ്, ആ സമയത്താണ് ആദ്യമായിട്ട് കോർണേലിയയും ഗ്രേസും കാണുന്നത്. ആൻഡ് ആ സമയത്ത് ഗ്രേസിൻ്റെ ഹസ്ബൻഡ് വാസ് അലൈവ് ആൻഡ് ഹി വാസ് ഹാവിങ് സം കൈൻഡ് ഓഫ് ഡിസീസ് ആൻഡ് ഹി പാസ്ഡ് അവേ. റാൽഫ് എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്.
ആൻഡ് കോർണേലിയ ലേറ്റർ കംസ് ടു നോ അബൌട്ട് ദ ഡെത്ത് ഓഫ് ഗ്രേസിൻ്റെ എന്താ പറയുക ഹസ്ബൻഡ്. അപ്പം കോർണേലിയാണ് ഗ്രേസിനെ ഇൻവൈറ്റ് ചെയ്യുന്നത് ഇവരുടെ കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട്, കോർണേലിയയുടെ കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട്. ഗ്രേസ് വാസ് ഓൾസോ വാണ്ടിങ് എ ഡിഫറെൻറ്റ് സ്പേസ്. ഓൾറെഡി കുറേ കാലം നിന്ന സ്പേസിൽ നിന്ന് മാറിയാലും ഓർമ്മകൾ മാറുള്ളൂ എന്നുള്ളതുകൊണ്ട് ഗ്രേസിനും വേറൊരു സ്പേസ് ആയിരുന്നു ആവശ്യം. സോ വെൻ കോർണേലിയ ഇൻവൈറ്റഡ് ഗ്രേസ് 1-2-3 തവണ കോർണേലിയോട് വീണ്ടും ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ കം ഓവർ എന്ന് ചോദിച്ചിട്ടാണ് ആര് വരുന്നത്, ഗ്രേസ് കോർണേലിയ വീട്ടിലേക്ക് ഒരു ഹെൽപ്പറായിട്ടോ സെക്രട്ടറി ആയിട്ടോ വരുന്നത്. കോർണേലിയയ്ക്കും ഒരു ഫ്രണ്ടിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, ഒരു സെക്രട്ടറിയുടെ ആവശ്യമുണ്ടായിരുന്നു. ഷി വാസ് ഓൾസോ ലോൺലി ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹർ മദർ. ഓക്കെ, ആൻഡ് ദേ ആർ ടോക്കിംഗ് അബൌട്ട് ദ ലെറ്റേഴ്സ് ദേ സെൻഡ് ഈച്ച് അതർ. അപ്പം വരാൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് കോർണേലിയ അയച്ച ലെറ്ററും ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഗ്രേസ് അയച്ച ലെറ്ററും അതിനെക്കുറിച്ചൊക്കെയാണ് ഇവർ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി വെൻ ദേ കെയിം ഓവർ അതിനെക്കുറിച്ചൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദെൻ ദ ഫോൺ അഗെയിൻ റിങ്സ് ആൻഡ് ഗ്രേസ് പിക്ക് അപ്പ് ദ കോൾ. ഓക്കെ, നൗ കോർണേലിയ സ്നാച്ചസ് ദ ഫോൺ അഗെയിൻ ആൻഡ് ആസ്ക്സ് വാട്ട് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. ആക്ച്വലി കോർണേലിയനെ എലക്ട് ചെയ്യുന്നില്ല എന്തായിട്ട്, മിസ്സിസ് ഹോൺസ്ബീനാണ് ഇലക്ട് ചെയ്യുന്നത്. ആരായിട്ട്, റീജൻ്റായിട്ട് ഇലക്ട് ചെയ്യുന്നത് കോർണേലിയനല്ല. അത് കോർണേലിയയ്ക്ക് ഒരിക്കലും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ഡിസിഷൻ അല്ലാത്തതുകൊണ്ട്. ആൻഡ് കോർണേലിയ ഈസ് ആസ്കിങ്, ഞാൻ മറ്റൊരാൾ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നോമിനേഷൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ കൺസിഡർ ചെയ്യേണ്ടെന്ന് പറഞ്ഞതല്ലേ, ദെൻ വൈ ഡിഡ് യു ഡൂ ദാറ്റ് എന്ന് ചോദിക്കുമ്പോൾ, ആൻഡ് ഷീ ഈസ് റിയലി ആംഗ്രി വിത്ത് എസ്മറാൾഡ. ആൻഡ് കോർണേലിയ സേസ് ദാറ്റ് ഐ എം ഗോയിങ് ടു വേറെ ക്ലബ്സ് ആൻഡ് ഫോറംസിലേക്ക് മാറുകയാണ്. ദർ ഇസ് ഡോട്ടേഴ്സ് ഓഫ് ദ ബാരൻസ് ഓഫ് റണ്ണിമീഡ്, കൊളോണിയൽ ഡെയിംസ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പല സൊസൈറ്റൽ ഗ്രൂപ്പ്സും ഉണ്ട്. ഞാൻ അതിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ്, എനിക്ക് ഇൻവൈറ്റ് കിട്ടിയിട്ടുണ്ട്. എന്താ പറയുക, ഐ ആം റിസൈനിങ് ഫ്രം ദിസ്, മൈ സെക്രട്ടറി വിൽ ബി റൈറ്റിംഗ് യു മൈ റെസിഗ്നേഷൻ ലെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഷീ ഈസ് റിയലി ആംഗ്രി ആൻഡ് കട്ട്സ് ദ കോൾ. So she is again with the rough behavior പിന്നെ towards Grace and towards other people. എന്നിട്ട് പറയും, മിസ്സിസ് ഹോൺസ്ബി ആണല്ലേ നിങ്ങൾ എലക്ട് ചെയ്തിരിക്കുന്നത്, ഷീ ഡസൻ ഈവൻ ഹാവ് എ സർവീസ് ഓഫ് 1 year there, അത്ര മീഡിയോക്കർ ആയിട്ടുള്ള ഒരാളെയാണോ സെലക്ട് ചെയ്തിരിക്കുന്നത്, യു ആർ ഗോയിങ് ടു സഫർ ഫോർ ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഗ്രേസിൻ്റെ അടുത്ത് സ്ട്രോങ് ആയിട്ട് നോട്ട്ബുക്കും പെൻസിലും എടുക്കാൻ പറയും. ഷീ ഈസ് എഗെയിൻ ദി ഓൾഡ് ഹേർസെൽഫ്, പഴയ അരിസ്റ്റോക്രാറ്റിക് ബിഹേവിയർ കാണിക്കുന്ന ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അവസാനം നോട്ട്ബുക്കും പെൻസിലും എടുക്കാൻ വേണ്ടിയിട്ട് ഗ്രേസ് പോകുന്നു. ആൻഡ് എന്താ പറയുക, സ്റ്റേജിൻ്റെ അറ്റത്തേക്ക് എത്തുന്ന സമയത്ത് ഗ്രേസ് ജസ്റ്റ് ടേൺ ഓവർ ആൻഡ് ഹാവ് എൻ ഇക്യുവോക്കൽ, ചെറിയൊരു സ്മൈല് ഗ്രേസിൻ്റെ മുഖത്ത്, സിമ്പത്തറ്റിക് ആയിട്ടുള്ള, ദാറ്റ് ദിസ് ലേഡി ഈസ് നോട്ട് ഗോയിങ് ടു എസ്കേപ്പ് എന്നുള്ളൊരു മട്ടിൽ, ഇങ്ങനെ ഇവരുടെ ലൈഫ് ഇങ്ങനെ ഒറ്റപ്പെട്ട് തന്നെ ജീവിക്കാനുള്ളതാണല്ലോ എന്നുള്ള മട്ടിൽ ഗ്രേസിൻ്റെ മുഖത്ത് ഇങ്ങനെ വരികയാണ്. ബിക്കോസ് കോർണേലിയയുടെ ബിഹേവിയർ വിൽ ഇൻവൈറ്റ് നോ ഫ്രണ്ട്സ്. എന്നിട്ട് ഗ്രേസ് പോയിട്ട് അവിടെ റൈറ്റിംഗ് റൂമിൽ പോയി നോക്കുമ്പോൾ ഷീ ക്യാൻ സീ ദ റോസസ് ദെയർ ആൻഡ് ഷീ സേസ് ഇൻ എ വെരി ഡ്രമാറ്റിക് വേ, വാട്ട് ലവ്ലി റോസസ്, 1 for every year, എന്ത് ലവ്ലി റോസാണിത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദെയർ എൻഡ്സ് ദ ഡ്രാമ. അങ്ങനെയാണ് ഡ്രാമ അവസാനിക്കുന്നത്. നൗ യു ഷുഡ് ഹാവ് എ റിയലി ഗുഡ് റീഡ് ഓഫ് ഗ്ലോസറി. ഗ്ലോസറിയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അപ്പോൾ ഗ്ലോസറിയെക്കുറിച്ചും ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഇൻട്രൊഡക്ഷൻ്റെയും പാഠത്തിൻ്റെയും കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ എന്താ പറയുക, ഐ എം ഇൻസിസ്റ്റിംഗ് ഓർ ടെല്ലിങ് യു.